one day I will have those wonderful letters before my name എന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് മുമ്പ്. അനേകായിരം കുട്ടികളുടെ ആഗ്രഹമാണ് ഡോക്ടറാകുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമുണ്ടാകും. ഞാൻ കുട്ടികളോട് പറയും, ഡോക്ടറാകാനുള്ള താല്പര്യമുള്ള കുട്ടികളോട് ഓരോ കുട്ടിയും ചുരുങ്ങിയത് ഒരു 10 മെഡിക്കൽ കോളേജുകളുടെ പേരുകളെങ്കിലും പറയാൻ അവരെ കൊണ്ട് സാധിക്കണം. 10 മെഡിക്കൽ കോളേജുകളുടെ പേരുകളെങ്കിലും പറയാൻ സാധിക്കണം. ആ പറയുന്ന 10 മെഡിക്കൽ കോളേജുകളുടെ പേരുകൾ കേൾക്കുമ്പോഴറിയാം അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എത്രമാത്രം തീവ്രമാണെന്നും എത്രമാത്രം റിയലിസ്റ്റിക് ആണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതും രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് MBBSന് പ്രവേശനം നമുക്ക് സാധിക്കില്ല, അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ചണ്ഡീഗഡിൽ. പക്ഷെ എന്നാലും നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിഞ്ഞിരിക്കണം. കാരണം MBBS കഴിഞ്ഞാൽ PG ആണ് നിങ്ങളുടെ ഏതൊരു ഡോക്ടറുടെയും ഭാവി നിശ്ചയിക്കുന്നത്. ഏത് കോഴ്സസ് ആണ്, ഏത് സ്പെഷ്യലൈസേഷനാണ് PG ചെയ്യുന്നത് എന്നതായിരിക്കും. അപ്പോൾ PG പോകുന്നവരെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മെഡിക്കൽ കോളേജാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, വെല്ലൂരുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. ലൂധിയാനയിലും ഒരു സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പക്ഷെ വെല്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഫേമസ് ആണ്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്, ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് പഠിക്കാൻ IASTയിൽ സാധിക്കും എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് MBBS പഠിക്കാൻ സാധിക്കുന്ന ഒറ്റ മെഡിക്കൽ കോളേജ് മാത്രമേ ഉള്ളൂ, അത് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജാണ്. അവിടെയും രണ്ടുണ്ട് കാര്യം. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ ഫീസും വേണ്ട, അതേസമയം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ക്യാപ്റ്റനായിട്ട് സർവീസിൽ പ്രവേശിക്കാം, ജോലി ഉറപ്പാണ്. പോരാഞ്ഞിട്ട് PG ചെയ്യാനുള്ള സൗകര്യവും അവിടെയുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം പ്ലസ് പോയിന്റ്സുകൾ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയാനുണ്ട്. പോണ്ടിച്ചേരിയിലെ ജിപ്മർ മറ്റൊരു സുപ്രധാനമായ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഇതൊക്കെയാണ് മികച്ച മെഡിക്കൽ കോളേജുകൾ. നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും ഇന്ത്യയിലെ മറ്റേത് മെഡിക്കൽ കോളേജുകളോടൊപ്പവും MBBS പഠനത്തിനും പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനത്തിനും നിലവാരമുള്ളവയാണ്. ട്രിവാൻഡ്രം നമ്മുടെ സംസ്ഥാനത്തായതുകൊണ്ടോ കോഴിക്കോട് നമ്മുടെ സംസ്ഥാനത്തായതുകൊണ്ടോ ഒന്നും അവ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളുടെ കൂട്ടത്തിൽ വളരെ താഴ്ന്ന നിലവാരം ഉള്ളവയല്ല. ഏറ്റവും മികച്ച നിലവാരമുള്ള മെഡിക്കൽ കോളേജുകൾ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും. മറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളും മോശമൊന്നുമല്ല. എന്നാലും താരതമ്യം നമ്മൾ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുക ഏറ്റവും ആദ്യത്തെ മെഡിക്കൽ കോളേജായ ട്രിവാൻഡ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളും പിന്നീടുള്ള കോട്ടയം, തൃശ്ശൂർ പോലെയുള്ള മെഡിക്കൽ കോളേജുകളും, അത് കഴിഞ്ഞാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, അങ്ങനെയുള്ള ആദ്യം തൊട്ടേ ഉള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലും പോകുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും കുട്ടികൾ മറ്റ് കോളേജുകൾ ഇന്ത്യക്ക് അകത്ത് തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നല്ല മെഡിക്കൽ കോളേജുകളെ കുറിച്ചുകൂടി അറിഞ്ഞു വയ്ക്കണം. ഉദാഹരണത്തിന് ഡൽഹിയിലെ മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് പലപ്പോഴും ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ മെഡിക്കൽ കോളേജുകളിൽ 1ാം സ്ഥാനത്ത് വരുന്ന മെഡിക്കൽ കോളേജാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളുടെ ലിസ്റ്റിൽ വരുന്നവയാണ്. അപ്പോൾ ആ മെഡിക്കൽ കോളേജുകളെ കുറിച്ചൊക്കെ അറിഞ്ഞു വയ്ക്കുക. ഒരു 10 മെഡിക്കൽ കോളേജെങ്കിലും നിങ്ങളുടെ ടാർഗറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ട് ഓരോ മെഡിക്കൽ ആസ്പിരൻസിനും പറയാൻ സാധിക്കും. മെഡിക്കൽ ആസ്പിരൻസിനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വർഷം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനിൽ റെക്കോർഡ് മാർക്കാണ് 720 ഔട്ട് ഓഫ് 720. കേരളത്തിൽ തന്നെ 710 ഔട്ട് ഓഫ് 710 മാർക്കുണ്ട്. എന്തുകൊണ്ട് ഇത്ര മാർക്ക് സാധിക്കുന്നു? IIT അഡ്വാൻസ് എക്സാമിനേഷനിലൊന്നും സാധിക്കാത്ത പോലെ 100% മാർക്കും 99% മാർക്കൊക്കെ വാങ്ങുന്ന കുട്ടികളുടെ എണ്ണം ധാരാളം ഉണ്ടാകും. 1ഓ 2ഓ അല്ല. ഇന്ത്യയിൽ ഏതെങ്കിലും 1ഓ 2ഓ അപൂർവമായ പ്രതിഭകൾ മാത്രമല്ല ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനിൽ ഫുൾ മാർക്ക് വാങ്ങുന്നത്. മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷനിൽ ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികൾ ഇപ്പൊ ധാരാളം പേരുണ്ട്. ആ ധാരാളം പേര് ആ മാർക്ക് വാങ്ങാനുള്ള കാരണം 100% ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. എൻട്രൻസ് പരീക്ഷയാണെങ്കിലും ബോർഡ് പരീക്ഷ പോലെ 100% ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്
വരുന്നത്. അപ്പോൾ 100% ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ പഠിക്കുന്ന ബയോളജിയുടെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ടെക്സ്റ്റ് ബുക്കുകൾ അതിലെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും പറയക്കത്തെ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഹൃദ്യസ്ഥമായിട്ടുണ്ടാകും. നിങ്ങൾ ഇന്ന് പഠിക്കുകയും ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് ഇന്നത്തെ പരീക്ഷ കഴിയുമ്പോൾ മറക്കുന്നവർ, നമ്മളതിനെ സാധാരണ പറയാറുള്ളത്, നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയുമോ എന്ന് എനിക്കറിയില്ല, പുട്ടുകുറ്റി വിദ്യാഭ്യാസം എന്നാണ്. പുട്ടുകുറ്റി. ഇപ്പോൾ പുട്ടുകുറ്റി ആകരുത്, പുട്ടുകുറ്റി വിദ്യാഭ്യാസമാകരുത്. ഇന്ന് പഠിക്കുക, നാളെ മറക്കുക എന്നത് ആകാതിരിക്കണം. ഇന്ന് പഠിച്ച് നാളെ മറക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് ഇത് ഭാവിയിൽ എനിക്ക് എൻ്റെ എൻട്രൻസ് പരീക്ഷയിൽ ആവശ്യമുള്ളതാണ് എന്ന ബോധ്യത്തോട് കൂടിയിട്ട് അതിനെ കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ചെയ്ത് നിങ്ങളുടെ മെമ്മറിയിൽ ഒരു മനുഷ്യന്റെ മെമ്മറിയിലും ഒരു തവണ പതിഞ്ഞാൽ ആജീവനാന്തം നിൽക്കില്ല. അങ്ങനെ ഏതെങ്കിലും അത്ഭുത ജീവി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സാധാരണ ഇതിൽ കാണാറില്ല. ഓർമ്മിക്കാൻ സാധിക്കുന്നത് കൃത്യമായ റിവിഷനിലൂടെയാണ്. കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ചെയ്ത് പഠിച്ചവ നിങ്ങളുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അത് ഒരു ശീലമാക്കി ഇപ്പോഴേ കൊണ്ടുപോകുക. അല്ലാതെ 8ാം ക്ലാസ്സിൽ പഠിച്ചത് 8ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഓർമ്മയില്ലാത്ത, 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് 9th ബോർഡ് എക്സാം 9th ആനുവൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ മറന്നു പോകുന്ന സ്വഭാവം ഇല്ലാത്തവരായിട്ട് പഠിച്ചവ എല്ലാം ഓർത്തെടുക്കാൻ സാധിക്കുന്നവരായിട്ട് നിങ്ങൾ മാറിയാൽ, ആ രീതിയിലുള്ള ഒരു ലേണിംഗ് പ്രോസസ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോയാൽ, ശീലമാക്കി കഴിഞ്ഞാൽ അവർക്ക് അനായാസം നിലവിലെ നീറ്റ് എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. ബയോളജിയിൽ മുഴുവൻ മാർക്ക് വാങ്ങാൻ സാധിക്കണം. മുഴുവൻ മാർക്കും ബയോളജിയിൽ 90 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവുക. ആ 90 ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണം തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ ഒരെണ്ണം ആൻസർ ചെയ്യാതെ വിടുകയോ പോലും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് മുഴുവൻ ക്വസ്റ്റ്യൻസും ബയോളജിയിൽ ചെയ്യാൻ സാധിക്കുകയും 45 കെമിസ്ട്രി ചോദ്യങ്ങളിൽ 40 ചോദ്യങ്ങളെങ്കിലും ശരിയായി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നവർക്ക് ഫിസിക്സിൽ കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് MBBS ലഭിക്കുക. ബയോളജിയിൽ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ 360 ഔട്ട് ഓഫ് 360, കെമിസ്ട്രിയിൽ അറൗണ്ട് 150 മാർക്ക് ഔട്ട് ഓഫ് 180. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോൾ ഏകദേശം 520 അല്ല 510 അല്ലെങ്കിൽ 520 മാർക്കാകും. പിന്നെ അതിനെ ഈ പറയുന്ന 650 650+ മാർക്കിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ 120+, 130+ മാർക്ക് ഫിസിക്സ് ഉണ്ടാവണം. 130+ മാർക്ക് ഫിസിക്സ് സ്കോർ ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഫിസിക്സിന്റെ ലാംഗ്വേജ് നന്നായിട്ട് അറിയുന്നുണ്ടാവണം. ഫിസിക്സിന്റെ ലാംഗ്വേജ് 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ 10th-ലും 9th-ലും പഠിക്കുന്ന ഫിസിക്സ്, 8ലും 9ലും 10ലും പഠിക്കുന്ന ഫിസിക്സ്, മാത്തമാറ്റിക്സ് കൂടെ ചേർന്ന് 11th-ലെയും 12th-ലെയും ഫിസിക്സ് ആകും. അവരുടെ ഭാഷ ഫിസിക്സിൻ്റെ മാത്തമാറ്റിക്സ് ആണ് എന്നുള്ള ബോധ്യമാകും. അതുകൊണ്ട് MBBS എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ ബയോളജിയിലെ ഫുൾ മാർക്ക്, കെമിസ്ട്രിയിലെ ഫുൾ മാർക്ക്, അതോടൊപ്പം ഫിസിക്സിൽ കിട്ടുന്ന 150 കടുത്ത മാർക്ക്, ആ മാർക്കിന് നിങ്ങളുടെ മാത്തമാറ്റിക്സിന്റെ സ്വാധീനം വളരെ പ്രധാനമാണ് എന്നുള്ളത് ഓരോ മെഡിക്കൽ ആസ്പിറന്റും മനസ്സിലായിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. പിന്നെ മെഡിക്കൽ ആസ്പിറൻസിനെ സംബന്ധിച്ചോളം അവരുടെ ഓപ്പർച്യൂണിറ്റീസ് MBBS മാത്രം നിൽക്കുന്നില്ല. അവർക്ക് ഡെന്റൽ സയൻസ് ഉണ്ട്, ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്. ഇനിയുള്ള കാലത്ത് ആയുർവേദത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൈവരും എന്നുള്ളത് ഈ അടുത്ത കാലത്തെ ഗവൺമെന്റ് തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സർജറി ഉൾപ്പെടെയുള്ള അനുവാദം ആയുർവേദത്തിനൊക്കെ ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. വളരെ താല്പര്യത്തോടു കൂടിയിട്ട് ഇഷ്ടത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ ആയുർവേദം സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ഹോമിയോ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ഇഷ്ടത്തോടു കൂടി പഠിക്കുന്നവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതല്ല, ഞങ്ങൾക്ക് MBBS കിട്ടാത്തത് കൊണ്ട് ഒരു കോംപ്രമൈസ് ഓപ്ഷൻ എന്ന സമീപനം അതിനോട് സ്വീകരിക്കാതിരിക്കുക. മെഡിക്കൽ മേഖലയിൽ ധാരാളം മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് കോഴ്സാണ് ഈ സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ്.
ഗവൺമെന്റ് സെക്ടറിലുള്ള സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് മെഡിക്കൽ അലൈഡ് കോഴ്സസിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. മൈസൂരിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അത് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മെഡിക്കൽ അലൈഡ് കോഴ്സസുകൾ ധാരാളം ഉണ്ട്. അതിനകത്ത് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, പക്ഷേ ഇതൊക്കെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കുറവാണ്. കൂടുതലും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലാണ്. അമൃത പോലെയുള്ള, CMC വെല്ലൂർ പോലെയുള്ള, മണിപ്പാൾ പോലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളായ മെഡിക്കൽ കോളേജുകളിൽ 10-16ഓളം കോഴ്സുകൾ, മെഡിക്കൽ അലൈഡ് കോഴ്സുകളുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ്, അങ്ങനെയുള്ള കുറേയധികം കോഴ്സുകളുണ്ട്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് മനസ്സിലാക്കുക. അതിനൊക്കെ താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു, അതിനകത്ത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ കോഴ്സുകൾ വളരെ കുറവാണ്. പ്രധാനമായും കണ്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗിൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന കോഴ്സാണ്. അതിന് പ്രത്യേകമായ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. ഇതേ കോഴ്സ് തന്നെ പോണ്ടിച്ചേരി ജിപ്മറിലുമുണ്ട്. അതിനും ഒരു സെപ്പറേറ്റ് അഡ്മിഷൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇനി മെഡിക്കലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിനകത്ത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ റിസർച്ച് ചെയ്യാണ്. അത് മെഡിക്കലുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് കെമിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള റിസർച്ച് തന്നെയാണ്. അത്തരം താല്പര്യമുള്ള കുട്ടികൾക്ക് നൈപ്പർ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇത് മൊഹാലിയിലാണ്. ഐസർ പോലെ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിനകത്ത് കെമിസ്ട്രിയിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞവർക്ക് റിസർച്ചിന് വേണ്ടിയിട്ട്, ഫാർമസ്യൂട്ടിക്കൽ റിസർച്ചിന് വേണ്ടി പോകാവുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നൈപ്പർ. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നോട്ട് ചെയ്തെടുക്കേണ്ടവർ അത് നോട്ട് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ബാക്കിയുള്ളതിലേക്ക് പറഞ്ഞു പോകണം. എങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ആൻസറിനും കൂടുതൽ സമയം കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനകത്ത് ഞാൻ പറയുന്നു, ഒരു ഡിസൈനോട് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ, അതായത് 2 ക്വാളിറ്റീസ് ആവശ്യമാണ്. ഒന്ന് മാത്തമാറ്റിക്സും അതേസമയം തന്നെ ഡിസൈനും. കണക്കും വരയും രണ്ടും ഒരുപോലെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഏത് സെലക്ട് ചെയ്യേണ്ടത്, ആർക്കിടെക്ചർ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളോട് പറയാം, ഒന്നും കിട്ടാത്തവനുള്ള അഭയസ്ഥാനമല്ല ആർക്കിടെക്ചർ. അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ ആൾക്കാർ വരും. എനിക്ക് അതൊന്നും പറ്റില്ല, ആർക്കിടെക്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്ഥലമല്ല. നന്നായിട്ട് വരയ്ക്കുവാനുള്ള കഴിവും അതേസമയം മാത്തമാറ്റിക്സും, ഈ രണ്ടും ചേർന്നവർക്ക് നേടിയെടുക്കാവുന്നതാണ് ആർക്കിടെക്ചർ. ഇന്ത്യയിൽ പഠിക്കുവാനുള്ള ഏറ്റവും മികച്ച ഒന്നാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് 2 IIT-കളാണ്. IIT ഖരഗ്പൂരിലുമുണ്ട്, IIT റൂർക്കിയിലുമുണ്ട്. ഈ രണ്ടിടത്തും അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം GMAIN പാസ്സാവണം, IIT അഡ്വാൻസ് പാസ്സാവണം. ഇത് രണ്ടും പാസ്സായവരാണ് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് അവരെ സെലക്ട് ചെയ്യുക. NIT-കളിൽ 10 NIT-കളിൽ ആർക്കിടെക്ചർ ഉണ്ട്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള 10 NIT-കൾ ആർക്കിടെക്ചർ ഉണ്ട്. ആർക്കിടെക്ചർ പഠിക്കുവാനുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 3 എണ്ണം ആരംഭിച്ചിട്ടുണ്ട്. ഡൽഹിയിലുണ്ട്, വിജയവാഡയുണ്ട്, ഭോപ്പാലുണ്ട്. ഡൽഹി, വിജയവാഡ, ഭോപ്പാൽ, അവയാണ് സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്നത്. ആർക്കിടെക്ചർ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച ആർക്കിടെക്ചറിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ. അവിടെ 2 തരം കോഴ്സസ് ഉണ്ട്. ബിടെക് ആർക്കിടെക്ചർ, ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ എന്ന കോഴ്സുമുണ്ട്. അതേപോലെ തന്നെ ബാച്ചുലർ ഓഫ് പ്ലാനിംഗ് എന്ന കോഴ്സുമുണ്ട്. ഈ രണ്ടിനും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആണ്. അത് താല്പര്യമുള്ളവർക്ക് അവിടെ പോകാം. ഇന്ത്യയിലെ ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുമ്പോൾ, ഇന്ത്യയിലെ ആർക്കിടെക്ചർ ഈ ഗവേഷണം PhD കോഴ്സസ് ആദ്യമായിട്ട് നടത്തിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദിലെ സെന്റർ ഫോർ എൻവയോൺമെന്റൽ പ്ലാനിംഗ് ആൻഡ് ടെക്നോളജിയാണ്. ധാരാളം വ്യത്യസ്തമായ കോഴ്സുകൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അഹമ്മദാബാദിലെ സെന്റർ ഫോർ എൻവയോൺമെന്റൽ പ്ലാനിംഗ് ആൻഡ് ടെക്നോളജി. അവിടെ വ്യത്യസ്തമായ കുറേ ആർക്കിടെക്ചർ പ്രോഗ്രാമുകളുണ്ട്. ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ, ഇന്ത്യയിൽ അങ്ങനെയുള്ള കുറേയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. NIT-കളിലും IIT-കളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും PhD എടുക്കുവാനായിട്ട് പോകുന്ന ഒരു
ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അഹമ്മദാബാദിലെ സെന്റർ ഫോർ എൻവയോൺമെന്റൽ പ്ലാനിങ് ആൻഡ് ടെക്നോളജി. ആ ഇൻസ്റ്റിറ്റ്യൂട്ടും ആർക്കിടെക്ചറിൽ താല്പര്യമുള്ള കുട്ടികൾ അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. നാഷണൽ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എഴുതി ക്വാളിഫൈ ചെയ്താൽ അവിടേക്കുള്ള അഡ്മിഷൻ കിട്ടും. നാറ്റ എന്നാണ് പരീക്ഷയുടെ പേര്, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ. ഇതേ പരീക്ഷകൾ വഴി തന്നെയാണ് ജാമിയ മിലയ്യ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ ന്യൂഡൽഹിയിൽ അല്ലെങ്കിൽ അലിഗഡിൽ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആർക്കിടെക്ചർ കോഴ്സിനും. അതൊക്കെ വളരെ പ്രശസ്തമാണ് ആർക്കിടെക്ചറിനെ സംബന്ധിച്ച്. കേരളത്തിൽ പ്രധാനമായിട്ടും 4 എഞ്ചിനീയറിംഗ് കോളേജ്, 4 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് ആർക്കിടെക്ചർ ഉള്ളത്. അതൊന്ന് ട്രിവാൻഡ്രത്തെ CET ട്രിവാൻഡ്രം, തൃശ്ശൂര്, പിന്നെ TKM കൊല്ലം, പിന്നെ കോട്ടയത്തുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാമ്പാടിയിലുള്ള കോളേജ്. ഈ 4 ഗവൺമെന്റ് കോളേജുകളിലാണ് ആർക്കിടെക്ചർ ഉള്ളത്. അപ്പോൾ ആർക്കിടെക്ചറിന് താല്പര്യമുള്ള കുട്ടിയോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നല്ല വരയ്ക്കുവാനുള്ള കഴിവും അതോടൊപ്പം നിങ്ങൾക്ക് നല്ല മാത്തമാറ്റിക്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കിടെക്ചർ നിങ്ങളുടെ കരിയർ ഓപ്ഷൻസ് ആയിട്ട് തിരഞ്ഞ് നോക്കാവുന്നതാണ്. ഇനി ഡിസൈൻ മാത്രമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ വരയ്ക്കുവാനുള്ള നല്ല കഴിവും നല്ല ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. നമുക്ക് 2 തവണ തുടർച്ചയായിട്ട് ഉള്ള വർഷങ്ങൾ 1ാം റാങ്ക് 2ാം റാങ്കൊക്കെ NIDയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. NID ഒരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിൽ എന്ന് പറഞ്ഞാൽ നാളെ BMW ഇറങ്ങുന്ന കാറ് നിങ്ങൾ ഡിസൈൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നാളെ ബോയിങ് ഇറക്കുന്ന എയർക്രാഫ്റ്റ് നിങ്ങളുടെ ഡിസൈൻ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റും, ചെറിയ പ്രോഡക്റ്റ് തൊട്ട് വലിയ പ്രോഡക്റ്റ് വരെ, മൊട്ടുസൂചി തൊട്ട് എയർക്രാഫ്റ്റ് വരെ നിങ്ങളുടെ ഡിസൈനിലൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ പഠിക്കാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. ഡിസൈൻ്റെ എല്ലാ സ്പെഷ്യലൈസേഷൻസും, പ്രോഡക്റ്റ് ഡിസൈൻ തൊട്ട് ഇന്റീരിയർ തൊട്ട് ട്രാൻസ്പോർട്ടേഷൻ തൊട്ട് അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഡിസൈനിലും സ്പെഷ്യലൈസ് ചെയ്യാൻ ഉള്ള അവസരം നിങ്ങൾക്ക് NIDയിലുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അതിൻ്റെ അഡ്മിഷൻ ടെസ്റ്റുകൾ ശ്രമിക്കുക. NIDയെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. 2 IITകളിൽ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റുകൾ, ഡിസൈൻ സ്കൂളുകളുണ്ട്. അതൊന്ന് IIT ബോംബെയിലും മറ്റൊന്ന് IIT ഗുവാഹട്ടിയിലുമാണ്. ഈ 2 IITകളിലുമുള്ള ഡിസൈൻ സെന്റർ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ ടെസ്റ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് നടക്കാറുണ്ട്. UCED എന്നാണ് ആ പരീക്ഷയുടെ പേര്, അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ. ഇതൊന്നും ഗ്രാജുവേഷൻ ലെവലിൽ മാത്രമല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലും അഡ്മിഷൻ ഉണ്ട്. U അങ്ങ് കട്ട് ചെയ്താൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പരീക്ഷയായി, സെന്റർ ഫോർ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ. SEED എന്ന് പറഞ്ഞാൽ PG എൻട്രൻസ് പരീക്ഷ, UCED എന്ന് പറഞ്ഞാൽ UG എൻട്രൻസ് പരീക്ഷയുമാണ് IITകളിലേക്കുള്ള. അതേ അഡ്മിഷൻ ടെസ്റ്റ് തന്നെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് ഉള്ള ഡിസൈൻ സ്കൂൾ, ജബൽപൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഡിസൈൻ സ്കൂളിലോട്ടും അഡ്മിഷൻ കൊടുക്കുന്നത്. UCED എന്ന പരീക്ഷ എഴുതി വയ്ക്കുക. NID ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, NID ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതും എഴുതി വയ്ക്കുക. മറ്റൊന്നുള്ളത് നിഫ്റ്റുകളാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അപ്പോൾ ഇന്നത്തെ പത്രം നോക്കിയാൽ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റിന്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന വാർത്ത പല പത്രങ്ങളിലും ഇന്ന് കാണാം. 17 നിഫ്റ്റുകളുണ്ട്. കേരളത്തിൽ കണ്ണൂരിലുള്ള നിഫ്റ്റ് ഉൾപ്പെടെ 17 നിഫ്റ്റുകളുണ്ട്. ഡൽഹി നിഫ്റ്റ് ആണ് ഏറ്റവും അഡ്മിഷൻ ഡിമാൻഡ് ഉള്ളത്. അവിടെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, വളരെ വലിയ നേട്ടമാണ് ഡൽഹി നിഫ്റ്റ് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ. അതുപോലെ കൽക്കട്ടയിലുണ്ട്, ബോംബെയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, മദ്രാസുണ്ട്. ഇങ്ങനെ 17 നിഫ്റ്റുകളുണ്ട്. നിഫ്റ്റിനെ ആരും വില കുറച്ച് കാണണ്ട. ഫാഷൻ എന്ന് കേൾക്കുമ്പോൾ അത് നിസാരമാണ് എന്ന് തോന്നും, അത് തോന്നണ്ട. ഏറ്റവും കൂടുതൽ ടേൺ ഓവറുള്ള ഇൻഡസ്ട്രികളിൽ ഒന്നാണ്, ഏറ്റവും ടേൺ ഓവറുള്ള ഇൻഡസ്ട്രികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് നിഫ്റ്റുകൾ. കാരണം ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ആ പ്രോഡക്റ്റ് ഡിസൈനിലാണ് അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ, അതിൻ്റെ മാർക്കറ്റിലെ സക്സസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ജനങ്ങൾക്ക് ഇഷ്ടമാകുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഡിസൈനുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏത് പ്രോഡക്റ്റിൻ്റെയും, പ്രത്യേകിച്ച് ഏത് കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെയും സക്സസിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം. അത് ചെയ്യുന്നവരാണ് ഈ ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അവിടെ പഠിച്ചിറങ്ങുന്നത് അതുപോലെയുള്ള പ്ലേസ്മെന്റുകളാണ് ലഭിക്കുന്നത്.
അപ്പോൾ നല്ല ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ, വരയ്ക്കുവാനുള്ള കഴിവുള്ളവർ, അത്തരം കുട്ടികളെ, ഇപ്പോൾ മാത്തമാറ്റിക്സിൽ വീക്കാണ് എന്നുള്ളത് കൊണ്ട് ആ കുട്ടിയെ മോശക്കാരനാണെന്ന് വിചാരിക്കേണ്ട. നിങ്ങളിൽ എന്താണ്, നിങ്ങളുടെ ഡിസൈൻ എന്ന ആപ്റ്റിറ്റ്യൂഡാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഞാൻ പറയുന്ന കുട്ടികളെ, ആ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ NIDയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന നിഫ്റ്റുകളിലോ അല്ലെങ്കിൽ ഇനി പറയുന്ന FTDയിലോ പോവുക. നിങ്ങൾ IITയിൽ ചെന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതും NITയിൽ ചെന്ന് ഡിസൈൻ പഠിക്കുന്നതും ഈക്വലി ഗുഡാണ്. നിങ്ങളുടെ കഴിവ് ഡിസൈൻ ആണെങ്കിൽ നിങ്ങൾ NITയിൽ പോവുക, നിങ്ങളുടെ കഴിവ് മാത്തമാറ്റിക്സ് ആണെങ്കിൽ നിങ്ങൾ IITയിൽ പോവുക, നിങ്ങളുടെ കഴിവ് സയൻസിലാണെങ്കിൽ നിങ്ങൾ ISERൽ പോവുക അല്ലെങ്കിൽ IIScയിൽ പോവുക. ഇതിന് ഈ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിൽ ഏതിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിലും അത് MBBS അഡ്മിഷൻ കിട്ടുന്നതിനേക്കാൾ താഴെയാണെന്നോ അല്ലെങ്കിൽ സയൻസിന് അഡ്മിഷൻ കിട്ടുന്നതിനേക്കാൾ താഴെയാണെന്നുള്ള ധാരണ വേണ്ട. ഇത് ഈക്വലി ഗുഡാണ്. ഡിസൈൻ ആണ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എങ്കിൽ ആ ഡിസൈൻ ഉള്ള കുട്ടികൾക്ക് പോകാവുന്ന ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ ഫുട്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് FDDAകൾ. ഫുട്വെയർ ഡിസൈൻ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അത് 12 എണ്ണം ഉണ്ട്. നമുക്ക് നിയറസ്റ്റ് FDDA ഉള്ളത് ചെന്നൈയിലാണ്. ചെന്നൈയിലും ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും ഒക്കെ ആയിട്ട്. നോയിഡയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസ്. ഡൽഹിയിൽ 12 FDDAകളുണ്ട്. അതും നിങ്ങളുടെ ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ അവിടെ ടാർഗറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഡിസൈനെ കുറിച്ച് പറഞ്ഞ്, ഡിസൈനിനെ അത് ആവശ്യമുള്ളവർ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ്, IIT ബോംബെ, IIT ഗുവാഹട്ടി രണ്ടിടത്തും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസൈനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിസൈൻ സെന്ററുകളോ ഉണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ് ജബൽപൂർ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ 17 നിഫ്റ്റുകളും 12 FDDIകൾ. ഇനി ഹ്യൂമാനിറ്റീസ് മാനേജ്മെന്റ്, കൊമേഴ്സ്. ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സക്സസ്ഫുള്ളായ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടുള്ള സക്സസ്ഫുള്ളായ ഒരു കുട്ടി ഒരിക്കൽ പറഞ്ഞത്, എൻട്രൻസ് പരീക്ഷയെ പേടിച്ചിട്ടാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത്, പക്ഷേ സയൻസ് എടുത്താൽ എൻട്രൻസ് പരീക്ഷകളെ പേടിച്ചിട്ടാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത്, പക്ഷെ ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോൾ സയൻസിനേക്കാൾ എൻട്രൻസ് പരീക്ഷകളാണ്. ഒരു സംശയവും വേണ്ട. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്നത് സയൻസിലേക്ക്, ഏറ്റവും ടഫായിട്ടുള്ള മത്സരം നടക്കുന്നത് സയൻസിലേക്കല്ല. ഇന്ത്യയിൽ ഏറ്റവും ടഫായിട്ടുള്ള മത്സരം നടക്കുന്നതെല്ലാം ഹ്യൂമാനിറ്റീസിലേക്കാണ് അല്ലെങ്കിൽ എക്കണോമിക്സിലേക്കാണ്, സയൻസിലേക്കല്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു പരീക്ഷയാണ് IIT മദ്രാസിലേക്കുള്ള ഹ്യൂമാനിറ്റീസ് ഇന്റഗ്രേറ്റഡ് MA പ്രോഗ്രാം ഹ്യൂമാനിറ്റീസ്. ആലപ്പുഴക്കാരെ സംബന്ധിച്ചോളം വളരെ അഭിമാനത്തോടെ ഓർക്കാവുന്നതാണ് മദ്രാസ് IITയിലെ ഹ്യൂമാനിറ്റീസ്. കാരണം ഒരു വർഷം ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച കുട്ടിയുണ്ട്. ആലപ്പുഴ STV ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ച സ്വാതി ഫസ്റ്റ് റാങ്ക് ആയത്. ആലപ്പുഴ STV സ്കൂളിലെ പ്രിൻസിപ്പൽ ഇന്ദു മാമിൻ്റെ ബ്രദർ രാമേന്ദ്രൻ്റെ മകൻ അവിടെ പഠിച്ചിറങ്ങിയ ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിക്കാം അവരൊക്കെ എവിടെയാണ് ജോലി ചെയ്യുന്നത്, എത്ര ലക്ഷം രൂപയാണ് അവരുടെ ശമ്പളം എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണല്ലോ പറയുന്നത്. ഇപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, അവിടെ ആകെ 48 സീറ്റേ ഉള്ളൂ. ആ 48 സീറ്റിലേക്ക് വേണ്ടി മത്സരിക്കുന്ന കുട്ടികളുടെ എണ്ണം ലക്ഷക്കണക്കിനാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതുമ്പോഴാണ് 48 പേർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ ആ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് അസാധ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അസാധ്യമാണെന്ന് ചിന്തിക്കാം. പക്ഷെ ആലപ്പുഴയിൽ നിന്നൊരു കുട്ടി ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല പത്രവായന, പരന്ന പത്രവായന, എല്ലാ ദിവസവും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സും ലോക്കൽ ന്യൂസ് പേപ്പേഴ്സും വായിക്കണം, മലയാളം പത്രങ്ങളും വായിക്കണം, ഇംഗ്ലീഷ് പേപ്പേഴ്സും വായിക്കണം. ഇംഗ്ലീഷ് പത്രങ്ങൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. നല്ല ജനറൽ അവയർനെസ് ഉള്ള കുട്ടികൾ, നല്ല ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള കുട്ടികൾ, നല്ല സോഷ്യൽ അവയർനെസ് ഉള്ളവർക്ക് അഡ്മിഷൻ സാധ്യമാണ് മദ്രാസ് IITയിലെ ഹ്യൂമാനിറ്റീസ് കോഴ്സ്. അതേപോലെ തന്നെയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ആധുനിക ഇന്ത്യയുടെ പില്ലറുകളിൽ ഒന്നാണ് ടിസ്. ആ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ ഗ്രാജുവേഷൻ ലെവലിൽ പ്രവേശനം ലഭിക്കുവാനുള്ള ടിസ് ബാറ്റ്, ബാച്ചലർ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, ടിസ് ബാറ്റ്. അപ്പോൾ ടിസ് ബാറ്റ് എന്ന പരീക്ഷയിൽ എന്താ വേണ്ടത്? ഈ പറഞ്ഞതൊക്കെയാണ് വേണ്ടത്. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം ന്യൂസ് പേപ്പറിൽ ഇന്ത്യ എന്താണ് ഡിസ്കസ് ചെയ്തത്, എന്താണ് എഡിറ്റോറിയൽ പേജിൽ ഡിസ്കസ് ചെയ്തത്, നല്ല ഭാഷയുള്ള പത്രം വായിക്കുക, ദേശീയ തലത്തിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പത്രങ്ങളും വായിക്കുക. നമുക്കതാണ് വേണ്ടത്. ഇന്ത്യ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളൊരു അവബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, സയൻസ് പഠിക്കുന്നവർക്കും കൊമേഴ്സ് പഠിക്കുന്നവർക്കും ഒക്കെ ഈ പറയുന്ന IIT മദ്രാസിലേക്കാണെങ്കിലും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റിലും നോക്കാം. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു മക്കളെ, ഈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ അഡ്മിഷനും IIT മദ്രാസിലെ ഹ്യൂമാനിറ്റീസ് അഡ്മിഷനും ഒക്കെ നിങ്ങൾക്ക് ഒരു MBBS അഡ്മിഷനേക്കാളും ഒരു സാധാരണ IIT അഡ്മിഷനേക്കാളും വില മതിക്കുന്നതാണ്, ഒരു സംശയവും വേണ്ട. പക്ഷെ നിങ്ങൾക്ക് അത് ഇതിനകത്തുള്ളൊരു താല്പര്യം ഉണ്ടാകണം. കാരണം ഇതിലൂടെ നിങ്ങൾ എത്തുന്നത് ഇന്റർനാഷണൽ ലെവലിലോട്ടാണ്. അതുപോലെയാണ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി IFLU. നമുക്ക് ഈ വർഷം അഭിമാനിക്കാം, കേന്ദ്രീയ വിദ്യാലയ NTPC എന്നുള്ള അക്ഷരയ്ക്ക് ഈ വർഷം IFLU അഡ്മിഷൻ കിട്ടി. കഴിഞ്ഞ വർഷം മന്ദാകിനിക്ക് അഡ്മിഷൻ കിട്ടി. എല്ലാ വർഷവും നമുക്ക് ആലപ്പുഴയിൽ നിന്ന് IFLUലേക്ക് അഡ്മിഷൻ സാധിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ സാധിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലും ഷില്ലോങ്ങിലും നമുക്ക് ക്യാമ്പസുകളുണ്ട്. നിങ്ങൾക്ക് ഈ പറഞ്ഞ തന്നെ നല്ല ഇംഗ്ലീഷ് നന്നായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ, ജനറൽ അവയർനെസ് ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ഗ്രാമർ നന്നായിട്ട് അറിയാമെങ്കിൽ അനായാസം അഡ്മിഷൻ സാധിക്കുന്നതാണ് ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. മറ്റൊന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹിയിൽ. നിലവിൽ JNUവിൽ നമുക്ക് അഡ്മിഷൻ ഫോറിൻ ലാംഗ്വേജസിന് മാത്രമേ ഉള്ളൂ. ഗ്രാജുവേഷൻ ലെവലിൽ 12th കഴിയുമ്പോൾ അഡ്മിഷൻ ഉള്ളൂ. കൂടുതൽ അഡ്മിഷൻസും ഇംഗ്ലീഷിലായിട്ട് അഡ്മിഷൻ ആണെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിലുണ്ട്, അല്ലെങ്കിൽ PGക്ക് മാത്രമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ 2 ഓപ്ഷനും സ്വീകരിക്കാം. JNUവിലുള്ള ഫോറിൻ ലാംഗ്വേജും അതുപോലെ IFLUവിലുള്ള ഫോറിൻ ലാംഗ്വേജസും. ഇതിനെയൊക്കെ ഏറ്റവും മികച്ചതായിട്ട് കണക്കാക്കണം. നല്ല ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ മാത്രം, നല്ല പത്രവായന ഉണ്ടെങ്കിൽ മാത്രം. ടെക്സ്റ്റ് ബുക്കിനപ്പുറം ഒന്നും വായിക്കാത്തവര് ആരാണ് കേരള ചീഫ് മിനിസ്റ്റർ എന്ന് ചോദിച്ചാൽ പോലും ഉത്തരം കിട്ടാത്ത കുട്ടികളൊക്കെ ഇല്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, കൃത്യമായിട്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ ഇന്ത്യ എന്ത് ഡിസ്കസ് ചെയ്യുന്നുവെന്ന് നിങ്ങൾ ദിവസവും വായിക്കുകയും നിങ്ങൾക്ക് അതിൽ അഭിപ്രായവും ഉണ്ടാവണം എന്നുള്ളത് പ്രധാനമാണ്. ഇത് അങ്ങനെ ഒരു വായനാശീലം, നിങ്ങളിത് പരന്ന വായനാശീലം നിങ്ങൾ കൊണ്ടുവന്നെങ്കിൽ ഹ്യൂമാനിറ്റീസിന്റെ കൂട്ടത്തിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് നോക്കാം. ഇനിയുമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇത് ഞാൻ എക്സാമ്പിളായിട്ട് 4 എണ്ണം ഹ്യൂമാനിറ്റീസിന് പറഞ്ഞിരിക്കുന്നു. ഇത് നോട്ട് ചെയ്തെന്ന് വിചാരിക്കട്ടെ. അടുത്തോട്ട് പോകട്ടെ. ഇത് മാനേജ്മെന്റ്. യഥാർത്ഥത്തിൽ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് +2 കഴിയുമ്പോൾ കൂടുതലായിട്ട് അവസരങ്ങൾ ഉള്ളതല്ല. നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് മാനേജ്മെന്റ് സ്കൂളുകൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഓർക്കാൻ വളരെ എളുപ്പമാണ്. ABC. A അഹമ്മദാബാദ്, B ബാംഗ്ലൂർ, C കൽക്കട്ട. ABC ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 ബിസിനസ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. A അഹമ്മദാബാദ്, B ബാംഗ്ലൂർ, C കൽക്കട്ട. അത് കഴിഞ്ഞാൽ പിന്നെ ലക്നൗ ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്, IIMK, IIML, IIM ഇൻഡോർ. ഇവയൊക്കെ അത് കഴിഞ്ഞാലുള്ള ബിസിനസ് മാനേജ്മെന്റ് ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അതിൽ IIM ഇൻഡോറിലും ന്യൂ ജനറേഷൻ IIM ആയ IIM റോഹ്തക്കിലും +2 കഴിയുമ്പോൾ തന്നെ അഡ്മിഷൻ ഉണ്ട്. അതിന്റെ ആ പ്രോഗ്രാമിന്റെ പേര് ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്നാണ്. അതാണ് ഈ IPM, ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. ഇതിന് ആകെ 200 സീറ്റേ ഉള്ളൂ. ഈ 200 സീറ്റ് അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് കിട്ടിയാൽ അത് വളരെ വലിയ നേട്ടമാണ്. കാരണം IIM എന്ന ബ്രാൻഡിന്റെ വാല്യൂ ഇന്റർനാഷണൽ ജോബ് മാർക്കറ്റിൽ IIM എന്ന ബ്രാൻഡിന്റെ വാല്യൂ അത്ര വലുതാണ്. അപ്പൊ എന്താണ് IIMലെ ഈ IPM പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടുവാനായിട്ട് നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉണ്ടാവേണ്ടത്? നിങ്ങളെ NTSC എക്സാമിനേഷനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുള്ള മെന്റൽ എബിലിറ്റി, റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ? മുമ്പാണെങ്കിൽ CBSEയിൽ പ്രോബ്ലം സോൾവിംഗ് അസസ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പിന്നെ PSA എല്ലാവരും കൂടെ ഓടിച്ചു. അപ്പൊ ആ ഒരു പാറ്റേൺ PSAക്ക് ഉണ്ടായിരുന്ന പഴയ PSAയുടെ അന്ന് ഉണ്ടായിരുന്ന പാറ്റേൺ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ NTSCക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മാറ്റിന്റെ ടൈപ്പ്, അതിൻ്റെ കൂടെ ഇംഗ്ലീഷ്, ഇത് രണ്ടും ചേരുമ്പോഴാണ് ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റിന്റെ അഡ്മിഷൻ ടെസ്റ്റിന്റെ ഫോർമാറ്റിൽ ചെയ്യാൻ സാധിക്കുക. അത് ഈ
മാനേജ്മെന്റ് എഡ്യൂക്കേഷന് താല്പര്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ സയൻസ് അല്ലാത്ത വിഷയങ്ങൾ, സയൻസുകാർക്കും ഇതൊക്കെ ആകാം, സയൻസ് അല്ലാത്ത വിഷയങ്ങൾ പഠിക്കുന്ന കുട്ടികൾ ഇത് നിങ്ങളുടെ ടാർജറ്റിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. IIM ഇൻഡോറിലും IIM റോഹ്തക്കിലും ഈ പറയുന്ന അഡ്മിഷൻ ഉണ്ട്. അതിന്റെ ബ്രാൻഡ് വാല്യൂ വളരെ വലുതാണ്. ഇനി കൊമേഴ്സും എക്കണോമിക്സും എടുത്ത് അതായത് ഇപ്പം സയൻസ് ഗ്രൂപ്പ് അല്ലാതെ ഹ്യൂമാനിറ്റീസ് എന്ന ഗ്രൂപ്പ് എടുത്തവർക്കും അതുപോലെ കൊമേഴ്സ് എന്ന ഗ്രൂപ്പ് എടുത്ത കുട്ടികൾക്കും കോളേജ് അഡ്മിഷൻ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൺ, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് ന്യൂഡൽഹി. കൊമേഴ്സിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ നമ്പർ 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേഡി ശ്രീറാം കോളേജ് പെൺകുട്ടികൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രീറാം കോളേജ് ഡൽഹിയാണ്. ഇത് രണ്ടിലേക്കും അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബോർഡ് എക്സാമിനേഷനിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചോളൂ. A1 ഗ്രേഡ് നിന്നല്ല ഞാൻ പറയാം, ഫുൾ മാർക്ക് വാങ്ങിച്ചോളൂ. എങ്കിൽ മാത്രമേ അവിടെ കൊമേഴ്സിന് എക്കണോമിക്സിന് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും അഡ്മിഷൻ കിട്ടാൻ ഡിമാൻഡ് സയൻസിനല്ല. പലർക്കും ഉള്ള ധാരണ സയൻസ് ആണെന്നാണ്. അല്ല. IIT ബോംബെയിലെ കമ്പ്യൂട്ടർ സയൻസ് അല്ല ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് MBBS അല്ല ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സ്. ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സ് ലേഡി ഓഫ് ശ്രീറാം കോളേജിലെ കൊമേഴ്സും എക്കണോമിക്സും, ശ്രീറാം കോളേജിലെ കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സും, സെന്റ് സ്റ്റീഫൻ കോളേജിലെ എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷും, മിറാണ്ട കോളേജിലെ എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷും. അതുകൊണ്ട് സയൻസ് ആണ് ഏറ്റവും ഡിമാൻഡ് ഉണ്ട് എന്ന ധാരണ കുട്ടികൾ മാറ്റുക. ഇവിടങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 100% മാർക്ക്. നിങ്ങളുടെ കയ്യിൽ 100% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിറാണ്ട കോളേജിൽ ഇംഗ്ലീഷ് അഡ്മിഷൻ കിട്ടും. മിറാണ്ട കോളേജിൽ ഇംഗ്ലീഷ് അഡ്മിഷൻ അമൃതയ്ക്ക് അഡ്മിഷൻ കിട്ടിയത് ഫുൾ മാർക്ക് ഉള്ളതുകൊണ്ടാണ്. ഫുൾ മാർക്ക് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് 99.9% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ തരത്തിൽ മാർക്ക് വാങ്ങാൻ സാധിക്കുക, ലക്ഷ്യം വയ്ക്കുക. ഇന്ന് നിങ്ങൾ നൽകുന്ന പ്രയോറിറ്റി, നിങ്ങൾ പഠനത്തിൽ നൽകുന്ന പ്രയോറിറ്റി, നിങ്ങൾ ധാരാളം യൂട്യൂബ് വീഡിയോകൾ കണ്ട് ബാക്കി എല്ലാ പണികൾ കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ പഠിക്കാമെന്ന് വിചാരിക്കുന്നവർക്കല്ല ഈ അഡ്മിഷൻ. നിങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നു എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജിലാണ് ഞാൻ എക്കണോമിക്സ് പഠിക്കുക എന്ന് തീരുമാനിച്ചു. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ഉണ്ട് പൂനെയിൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്കണോമിക്സ് പഠിപ്പിച്ചവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് ആണ് ബോംബെയിൽ. ശ്രീ നന്ദന എന്ന കുട്ടിയുടെ ഈ വർഷം കൂടെ അഡ്മിഷൻ പോയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് എക്കണോമിക്സ് പഠിപ്പിച്ചവരാണ് ബോംബെ. അപ്പൊ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങും, നല്ല ഇംഗ്ലീഷും നന്നായിട്ട് പുറം വായിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിക്സും കൊമേഴ്സും ഒക്കെ നിങ്ങൾക്ക് തുറന്നു തരുന്ന ഡോറുകൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പോലെയുള്ള ലോക പ്രശസ്ത സ്ഥാപനങ്ങളാണ്. അപ്പോൾ ലോകത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് ഉയരുവാനുള്ള ലോഞ്ചിങ് പാഡുകളായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതി വയ്ക്കാം. സെന്റ് സ്റ്റീഫൻ കോളേജ്, ലേഡി ശ്രീറാം കോളേജ്, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. കഴിയുന്നുണ്ടാവില്ല, ഇനിയുണ്ടാവും. ഡോക്ടർ അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ബാംഗ്ലൂരാണത്. ഡോക്ടർ അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇനി അതിനകത്ത് ആർക്കിയോളജിയും ഹിസ്റ്ററിയും ഒക്കെ പഠിക്കുവാനുള്ള കുട്ടികളെ സംബന്ധിച്ചോളം ആ സബ്ജക്റ്റാണ് പഠിക്കാൻ വേണ്ടി ഈ അവസാനത്തെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രത്യേകമായിട്ട് എഴുതി വെച്ചോളൂ. ആർക്കിയോളജിയും ഹിസ്റ്ററിയും ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും വേറെ ഒരിടത്തുമായി പോകരുത്. അവരുടെ പഠനം നിർബന്ധമായിട്ടും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഈ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിക്കും. ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾക്ക് ലോ എന്ന ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ആർക്കും ലോ എന്ന ഓപ്ഷൻ ഉണ്ട്. സയൻസുകാരാണ്, കൊമേഴ്സുകാരാണെങ്കിലും ആർക്കും ലോയ്ക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലോ കോളേജുകൾ, നാഷണൽ ലോ സ്കൂളുകൾ, ബാംഗ്ലൂർ നാഷണൽ ലോ സ്കൂൾ, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി, നാഷണൽ ലോ അക്കാഡമി ഓഫ് ലീഗൽ സ്റ്റഡി ആൻഡ് റിസർച്ച് ഹൈദരാബാദിൽ. നോക്കണം, ഈ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിലെ ലോ എഡ്യൂക്കേഷൻ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഞാൻ 2 പരീക്ഷകളെ കുറിച്ച് മാത്രം പറയാം. ലോ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ 2 പരീക്ഷകളെ കുറിച്ച് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ പരീക്ഷ ക്ലാറ്റ് ആണ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, CLAT ക്ലാറ്റ്. രണ്ടാമത്തെ പരീക്ഷ AILET, ഓൾ ഇന്ത്യ ലീഗൽ എൻട്രൻസ് ടെസ്റ്റ്, ഓൾ ഇന്ത്യ ലീഗൽ എൻട്രൻസ്. അതിൽ ക്ലാറ്റ് എന്ന പരീക്ഷ നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ ഉൾപ്പെടെ ഉള്ള 17 ലോ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റ് ആണ്.
നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹിയിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റ് ആണ് ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. നിങ്ങളുടെ ലീഗൽ എബിലിറ്റി, ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം, ജനറൽ സോഷ്യൽ അവയർനെസ്, റീസണിങ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ലോ അഡ്മിഷൻ ടെസ്റ്റിനെ സംബന്ധിച്ച് റീസണിങ് ആണ്. റീസണിങ് ആണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഇംഗ്ലീഷ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ വഴങ്ങുമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് റിയൽ ആയിട്ടും ഈ പറയുന്ന ലോ എന്ന പ്രൊഫഷനോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ഒരു സക്സസ്ഫുൾ ലീഗൽ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജഡ്ജായിട്ട് നിങ്ങളെ ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ പ്രൊഫഷൻ ഓപ്റ്റ് ചെയ്യാം. ഏറ്റവും ഉയരങ്ങളിലോട്ട് എത്തുവാൻ സാധിക്കുന്നതാണ് ലോ പ്രൊഫഷൻ എന്ന് നോക്കുക. അത് ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളാകുമ്പോൾ നിങ്ങളുടെ കരിയർ ഹൈറ്റ് വളരെ ഉയരത്തിലാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇനി കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ ആൻഡ് സ്റ്റഡീസ് ഉണ്ട് കൊച്ചിയിൽ, ന്യൂആൽസ്. ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഉദാഹരണത്തിന് ഒരെണ്ണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സിംബയോസിസ് ലോ കോളേജ്, പൂനെ. ധാരാളം ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ക്രൈസ്റ്റ് കോളേജ് പോലുള്ള പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാഷണൽ ലോ സ്കൂളുകളാണ്. അത് ഓർക്കുക. അതിന്റെ അഡ്മിഷൻ ടെസ്റ്റ് ക്ലാറ്റ് എന്ന പരീക്ഷയാണ്. ഇന്നലെ വന്ന ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ് ഈ വർഷത്തെ ഡിഫൻസിന്റെ അഡ്മിഷനിൽ നങ്ങ്യാർകുളങ്ങരയിൽ നിന്ന് ഉള്ള ആദർശ് എന്ന കുട്ടി, നങ്ങ്യാർകുളങ്ങരയിൽ നിന്നുള്ള ആദർശ് എന്ന കുട്ടിക്ക് ഈ വർഷം പൂനെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള അഡ്മിഷൻ, അഹമ്മദാബാദിലെ 5 ദിവസത്തെ സർവീസ് സെലക്ഷൻ ബോർഡിന്റെ ഇന്റർവ്യൂവും സെലക്ഷൻ ടെസ്റ്റും ഇന്നലെയാണ് പൂർത്തിയായത്. ആദർശ് എന്നാണ് ഇവിടെ സെലക്ഷൻ കിട്ടി. നിങ്ങൾ ഡിഫൻസിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദർശ് എമ്മിനെ ഞാൻ കാണുന്നത് 10ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. ആദർശ് എന്നെ കാണാൻ വന്നത് 10ാം ക്ലാസ്സിലെ STV സ്കൂളിലെ യോഗ ഹാളിൽ ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ്. അന്ന് ആദർശ് എമ്മിനോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോടും പറയാനുള്ളത്. ഡിഫൻസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേണ്ടത് സത്യസന്ധത നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. സത്യസന്ധത നമ്മൾ അഭിനയിക്കുന്നതാകരുത്. സത്യസന്ധത നമ്മുടെ സ്വഭാവം. കാരണം പേഴ്സണാലിറ്റി ആൻഡ് ഇന്റലിജൻസ് ടെസ്റ്റിൽ നമുക്ക് അവിടെ വിജയിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടുന്നത്, നമ്മുടെ കീറി മുറിച്ച് പരിശോധിക്കപ്പെടുന്നത് നമ്മൾ എത്രമാത്രം സത്യസന്ധതരാണ് എന്നുള്ളതാണ്. വലിയ മാത്തമാറ്റിക്സും വലിയ സയൻസും ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം സയൻസും മാത്തമാറ്റിക്സും ബോധമുണ്ടാവണം. അതുപോലെ ഇംഗ്ലീഷും. അപ്പോൾ നല്ല സത്യസന്ധത നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമാണെങ്കിൽ, നിങ്ങളിൽ നല്ല ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയാൻ കാരണം എമിൻ കെ ഈപ്പൻ കഴിഞ്ഞ വർഷം എയർഫോഴ്സിൽ കിട്ടിയതാണ്. അപ്പോൾ എമിൻ കെ ഈപ്പൻ ഇന്നും ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ കാണുമ്പോൾ നല്ല തടി ഉണ്ടായിരുന്നു. പക്ഷെ 2 വർഷക്കാലം കൊണ്ട് അവൻ ആ തടിയൊക്കെ ചുരുക്കി അവൻ എയർഫോഴ്സ് NDA ക്ലിയർ ചെയ്ത് ഇപ്പോൾ അവൻ എയർഫോഴ്സ് കാഡറ്റാണ്. 1 വർഷമായി NDAയിൽ പരിശീലനം. അതുകൊണ്ട് തടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ കുറയ്ക്കാനുള്ള മാർഗ്ഗമൊക്കെ ഉണ്ട്. എക്സസൈസ് ചെയ്ത് ദിവസം 4 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ ഓടിയിട്ടൊക്കെ കുറയ്ക്കാം. പക്ഷെ ഇംഗ്ലീഷും സത്യസന്ധതയും ഒക്കെ നമുക്ക് കൈമുതലായിട്ടുണ്ടാവണം. അഡ്മിഷൻ ടെസ്റ്റ് അത്ര പ്രയാസമുള്ളതൊന്നുമല്ല. അഡ്മിഷൻ ടെസ്റ്റ് എഴുതി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6500 പേരെയാണ് ഓരോ പ്രാവശ്യവും അഡ്മിഷൻ ടെസ്റ്റോടെ സെലക്ട് ചെയ്യുക. അവരിൽ നിന്നാണ് സർവീസ് സെലക്ഷൻ ബോർഡ് 5 ദിവസത്തെ പേഴ്സണാലിറ്റി ആൻഡ് ഇന്റലിജൻസ് ടെസ്റ്റ്, സൈക്കോളജി ടെസ്റ്റ് നടത്തിയിട്ട് സെലക്ട് ചെയ്യുക. അവർക്കാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ അഡ്മിഷൻ കിട്ടുക. അങ്ങനെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ അഡ്മിഷൻ കിട്ടിയാൽ അത് 4 വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. 4 വർഷത്തെ ട്രെയിനിങ് പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് ഏത് ഡിവിഷനിലാണോ, ആർമിയിലാണോ, നേവിയിലാണോ, അല്ലെങ്കിൽ എയർഫോഴ്സിലാണോ, അവിടെ എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസറായിട്ട്, ആർമിയിലാണെങ്കിൽ ലെഫ്റ്റനന്റ് ആയിട്ട്, നേവിയിലാണെങ്കിൽ സബ് ലെഫ്റ്റനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. മറ്റൊരു എൻട്രി കൂടി ഈ പറയുന്ന ഫോഴ്സിലേക്കുള്ളത് അത് ടെക്നിക്കൽ എൻട്രി സ്കീം വഴിയാണ്. +2 കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കൽ എൻട്രി വഴി ആർമിയിൽ കയറാം. ടെക്നിക്കൽ എൻട്രി വഴി നിങ്ങൾക്ക് നേവിയിൽ ഏഴിമല നേവൽ അക്കാഡമിയിലോട്ട് പോകാം.
ബട്ട് ടെക്നിക്കൽ എൻട്രി സ്കീം അത് ലൂടെ അഡ്മിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് 5 വർഷത്തെയാണ് ആ കോഴ്സ് ചെയ്യേണ്ടി വരിക. കാരണം അത് ബിടെക് പ്രോഗ്രാമാണ് ചെയ്യിക്കുക. അപ്പോൾ 1 വർഷത്തെ ഓഫീസേഴ്സ് ട്രെയിനിങ്ങും 4 വർഷത്തെ ബിടെക് പ്രോഗ്രാം കഴിഞ്ഞ് 5ാമത്തെ വർഷമാണ് കമ്മീഷൻ ചെയ്യുക. കമ്മീഷൻ ചെയ്യാൻ ജോലിയിൽ പ്രവേശിക്കുക. അതാണ് വ്യത്യാസം. 12ാം ക്ലാസ്സിൽ വെച്ച് നിങ്ങൾക്ക് പോകാവുന്ന ആർമിയിലേക്ക് ഫോഴ്സിലേക്കുള്ള എൻട്രി ആണ്. അങ്ങനെ എൻട്രി ലഭിച്ചാൽ ടെക്നിക്കൽ എൻട്രി സ്കീം വഴി ലഭിക്കുന്നവർക്ക് അവരുടെ ട്രെയിനിങ് ഈ ഏഴിമല നേവൽ അക്കാഡമിയിൽ, ആർമിക്കാർക്ക് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ ഖേല്, ഇന്ത്യൻ അല്ലെങ്കിൽ ഡെറാഡൂണിലുള്ള ഇന്ത്യൻ മെഡിക്കൽ അക്കാഡമി, എയർഫോഴ്സുകാർക്ക് ദിണ്ടിഗൽ എയർഫോഴ്സ് അക്കാഡമിയിലും ആണ് ട്രെയിനിങ് ഉണ്ടാകുക. ഇനി ഡോക്ടർമാരായിട്ട് കയറുന്നവർ AFMC വഴിയാണ്. അത് നമ്മൾ നേരത്തെ മെഡിക്കൽ കോളേജുകൾ പറഞ്ഞത് കൂട്ടത്തിൽ AFMCയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ 12ാം ക്ലാസ് വെച്ച് നമുക്ക് ഡിഫൻസിലേക്കുള്ള എൻട്രി ഒന്നുകിൽ NDA വഴിയാകാം, അല്ലെങ്കിൽ ടെക്നിക്കൽ എൻട്രി സ്കീം വഴിയാകാം, അതല്ലെങ്കിൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് വഴിയാകാം, അതല്ലെങ്കിൽ നഴ്സിംഗ് വഴിയാകാം. ഇങ്ങനെയുള്ള 4 വഴികളാണ് ഡിഫൻസിലോട്ട് നമുക്ക് 12ാം ക്ലാസ് വെച്ചിട്ട് ഉള്ളത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം അഗെയിൻ കമ്പൈൻഡ് ഡിഫൻസ് അക്കാഡമി വഴി ഓഫീസർ റാങ്കിലേക്കുള്ള അഡ്മിഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞത് 12ാം ക്ലാസ്സിൽ വെച്ച് ഉള്ള എൻട്രികളെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ഈ 8 മേഖലകളെ കുറിച്ച് പറഞ്ഞു. വേറെ നീണ്ടുപോയി എന്ന് എനിക്കറിയാം. കുട്ടികൾ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ വർഷവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് NIRF, ഈ ഒരു റാങ്കിങ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇന്ത്യയിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഏത് മേഖല, ഞാനിപ്പോൾ 8 ഏരിയാസ് പറഞ്ഞത്, 8ന്റെ കൂടെ 2 കൂടെ ചേർക്കാം. ഫാർമസി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല, അതുപോലെ ഡെന്റലും ചേർത്തിട്ടില്ല. അപ്പോൾ ആ 2 കൂടെ ചേർത്തത് 8 10 ആയി. ആ 10 ഏരിയാസിലുള്ള ഡിഫറെന്റ് കോളേജുകളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓരോ വർഷവും റാങ്ക് നിശ്ചയിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ റാങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും കണ്ടിരിക്കേണ്ടതും വിശദമായി പരിശോധിക്കേണ്ടതുമായിട്ടുള്ള ഒരു റാങ്കിങ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഇപ്പോഴാണെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ തയ്യാറാക്കുന്ന ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ്, NIRF റാങ്കിങ് എന്നാണ് പറയുക. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന്റെ NIRF റാങ്കിങ് നോക്കിയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമുക്ക് അതിന്റെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ കുട്ടികളും ഈ NIRF റാങ്കിങ് ഇനിയുള്ള വർഷങ്ങളിൽ ശ്രദ്ധിക്കുകയും അത് നോക്കി മനസ്സിലാക്കുകയും വേണം. അതേപോലെ തന്നെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം, ഇതിനൊക്കെ അപേക്ഷിക്കുന്നത് എപ്പോഴാണ്, അപേക്ഷ അയക്കാനുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് എവിടുന്ന് ലഭിക്കും? ഈ വിവരങ്ങളൊക്കെ അന്വേഷിച്ചൊന്നും വേറെ എവിടെയും പോകേണ്ടതായിട്ടില്ല. ഇന്ത്യയിലുള്ള എല്ലാ അഡ്മിഷൻസും നിങ്ങൾ 12ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അഡ്മിഷൻസും, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 8 മേഖലകളിലെ അഡ്മിഷൻ ടെസ്റ്റും നടത്തുവാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന ഏജൻസിയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക. ഇപ്പോഴേ വിസിറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾ 11ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവിടെ ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക. ഏതൊക്കെ അപ്കമിങ് എൻട്രൻസ് എക്സാമിനേഷനുകൾ ഉണ്ട് എന്നുള്ളത് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പോൾ ഉണ്ട് എന്നറിയാൻ, അവയുടെ റാങ്കിങ് എന്താണെന്ന് അറിയാൻ ഏത് സൈറ്റിൽ പോയാൽ മതി? NIRF റാങ്കിങ് നോക്കുക. ഏതൊക്കെ പരീക്ഷകൾ ഈ വരുന്ന മാസങ്ങളിൽ ഉണ്ട് എന്ന് ആ എക്സാമിനേഷൻ ഷെഡ്യൂൾ കാണാൻ നിങ്ങൾ ഏത് നോക്കിയാൽ മതി? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് നോക്കിയാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇനി കൂടുതൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സിലൊന്നും പോകണ്ട. ഏത് 2 നോക്കിയാൽ മതി? NIRF റാങ്കിങ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിന്റെ വെബ്സൈറ്റിൽ നോക്കുക. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെ നിലവാരത്തിലുള്ളതുണ്ട് എന്ന് മനസ്സിലാക്കാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റ് നോക്കിയാൽ എന്ത് മനസ്സിലാക്കാം? ഏതൊക്കെ പരീക്ഷകൾ ഇനി വരാനുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നിങ്ങൾക്ക് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ഏതൊക്കെയുണ്ട് അതിനകത്ത് സംശയങ്ങൾക്ക്
ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം അറിയാവുന്നതാണെങ്കിൽ പറയാം. ടു ലോങ് ആയതുകൊണ്ട് എല്ലാവരും ക്ഷണിച്ചു പോയി എന്നാണ് തോന്നുന്നത്. സർ, 1-2 ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ടുള്ളത് ഞാൻ ആദ്യം പറയാമെന്ന്. സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ? യെസ്. സ്ക്രീൻ ഷെയറിങ്ങിൻ്റെ ആവശ്യം തോന്നുന്നില്ല. 1-2 ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് NTS എക്സാമിനേഷൻ എഴുതുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണ്, അതിനുള്ള പ്രിപ്പറേഷൻ എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KVPOEയും ചേർത്ത്. നാഷണൽ NTSC നാഷണൽ ടാലന്റ് ടെസ്റ്റ് എക്സാമിനേഷൻ എഴുതുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, NTS എക്സാമിനേഷൻ എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളത് അറിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ പറഞ്ഞു, IIT ഖരഗ്പൂർ IIT ആരംഭിച്ചു രാജ്യത്തിന്റെ കിഴക്ക്, പടിഞ്ഞാറ് ബോംബെയിൽ ആരംഭിച്ചു, വടക്ക് കാൺപൂരിൽ ആരംഭിച്ചു, തെക്ക് മദ്രാസിൽ ആരംഭിച്ചു, 5ാമത്തെ ഡൽഹിയിൽ ആരംഭിച്ചു. ഈ 5 IITകൾ രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച സമയത്ത് അന്നത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങൾ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള സൗകര്യങ്ങളും ഫാക്കൽറ്റിയും അവിടെ ഏർപ്പെടുത്തിയപ്പോൾ ഉയർന്നു വന്നൊരു ചോദ്യമാണ്, അന്തർദേശീയ നിലവാരമുള്ള സൗകര്യങ്ങളും ഫാക്കൽറ്റിയും ലഭ്യമായിരിക്കുന്ന IITകളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭകളായ കുട്ടികളാണോ എത്തുന്നത്? അല്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാശാലികളായ കുട്ടികളെ നേരത്തെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് ആ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമം എന്ന രീതിയിലാണ് NTSC എക്സാമിനേഷൻ 1963 ആരംഭിച്ചത്, 1963. ഇന്നും ആ എക്സാമിനേഷൻ തുടരുന്നതിന്റെ കാരണം ഇന്ത്യയിലെ ധാരാളം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ന് IITകൾ മാത്രമല്ല, ഇന്ന് എല്ലാ മേഖലയിലും അല്ലെ, ഇന്നിപ്പം എനിക്ക് പറയുമ്പോൾ IIT മാത്രമാണ് ഉണ്ടായിരുന്നത്, 8 മേഖലയിലും അന്തർദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളില്ലേ. ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനത്തിന് പോകാൻ സാധിക്കുന്ന പ്രതിഭകൾ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത്, ഏത് സംസ്ഥാനത്ത്, ഏത് ജില്ലയിൽ, ഏത് താലൂക്കിൽ, ഏത് വില്ലേജിൽ, ഏത് വാർഡിലാണ് ഉള്ളത് എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല മുൻവിധിയോട് കൂടിയിട്ട്. ആ പ്രതിഭകളെ കണ്ടെത്തുക എന്നത് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏത് കുട്ടിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ആ ഒരു ടാലന്റ് സെർച്ചിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് കേവലം ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ ലാഘവത്തിൽ കാണേണ്ടതല്ല. ഓരോ രക്ഷകർത്താവും, ഓരോ ടീച്ചർ, അവർ നിർബന്ധമായിട്ടും ഈ രാഷ്ട്ര നന്മയ്ക്കായി എല്ലാ കുട്ടികളെയും NCERT ഓർഗനൈസ് ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ SCERT കണ്ടക്ട് ചെയ്യുന്ന ഈ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷനിൽ പങ്കെടുപ്പിക്കണം. ഇനി എന്താണ് അതിനകത്ത് പഠിക്കേണ്ടത്? നിങ്ങളുടെ പുസ്തകം മാത്രമാണ്. NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പഠിക്കുക. സ്കോളാസ്റ്റിക് എബിലിറ്റി ടെസ്റ്റിൽ എന്താണ് ചോദിക്കുക? സയൻസ് ഉണ്ടാവും, മാത്തമാറ്റിക്സ് ഉണ്ടാവും, സോഷ്യൽ സയൻസ് ഉണ്ടാവും, എല്ലാ ഭാഗങ്ങളും ഉണ്ടാവും, അത് പഠിക്കുക. പിന്നെ അതിന്റെ കൂടെ മെന്റൽ എബിലിറ്റി നമ്മുടെ സ്വാഭാവികമായി നമ്മുടെ കഴിവിനെ പരിശോധിക്കാനുള്ളതാണ്. അതിന്റെ പ്രീവിയസ് ഇയേഴ്സ് പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾക്ക് മെന്റൽ എബിലിറ്റിയെ പ്രാക്ടീസ് ചെയ്യാം. മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കേവലം NTSCക്ക് വേണ്ടി മാത്രമാണെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ഫ്യൂച്ചറിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോയാലും അത് CSAT വരെ, നവോദയ അഡ്മിഷൻ തൊട്ട് CSAT വരെ എന്ന് വേണമെങ്കിൽ എടുത്തുള്ളൂ. നവോദയ എല്ലാവർക്കും ഇവിടെ പരിചിതമാണല്ലോ. സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരെ എല്ലാ പരീക്ഷകളിലും എന്തുണ്ട്? സാധാരണ PSC പരീക്ഷ തൊട്ട് CSAT വരെയുള്ള എല്ലാ പരീക്ഷകളിലും മെന്റൽ എബിലിറ്റി റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ തുടക്കമാണ് ഇവിടെ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ എന്ത് പ്രാക്ടീസ് ചെയ്യാം? നിങ്ങളുടെ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും എല്ലാ വിഷയങ്ങളും പഠിച്ചിരിക്കുക. ലാംഗ്വേജസ് ഇപ്പൊ അതിനകത്ത് ചോദിക്കുന്നില്ല. ഇനി ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് നിങ്ങൾക്ക് +1 +2 പഠനകാലത്ത് 1,250 റുപ്പീസ് സ്കോളർഷിപ്പ് കിട്ടും. നിങ്ങൾ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന്, അതായത് 12ാം ക്ലാസ് കഴിഞ്ഞ് ഇന്ത്യയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ സയൻസ് ഗ്രൂപ്പാണ് ഹയർ സ്റ്റഡീസ് ഓപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം 5,000 സ്കോളർഷിപ്പ് വീതം കിട്ടും. ആനുവൽ കണ്ടിൻജൻസി ഫണ്ടായിട്ട് 20,000 കിട്ടും. എന്ന് വെച്ചാൽ ഒരു വർഷം 80,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. അങ്ങനെ 5 വർഷത്തേക്ക് 4 ലക്ഷം രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. ഇതാണ് അതിന്റെ മോണിറ്ററി ബെനിഫിറ്റ്, സ്കോളർഷിപ്പ് ബെനിഫിറ്റ്.
സ്കോളർഷിപ്പ് ബെനിഫിറ്റിനും അപ്പുറം NTSC സ്കോളർ എന്ന വാല്യൂ നോക്കണം. ഇന്ത്യയിലെ ഒരേ ഏജിലുള്ള കുട്ടികളുടെ എണ്ണം 3 കോടിയാണ് എന്നാണ് ഏകദേശ കണക്ക്. എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുവാനുള്ള പ്രായമുള്ള കുട്ടികളുടെ എണ്ണം 3 കോടിയാണ്. ആ 3 കോടി കുട്ടികളിൽ നിന്നാണ് സെലക്ട് ചെയ്യപ്പെടുന്ന 2000 പേരിൽ, നേരത്തെ 1000 ആയി, ഇപ്പൊ 2000 ആണ്. അപ്പൊ 2000 പേരിൽ ഒരാളാണ് എന്നതാണ് NTS സ്കോളർ എന്ന അർത്ഥമാക്കുന്നത്. ഇന്ത്യയിലെ, അതായത് ലോകത്തിലെ 40% ഏറ്റവും ബൗദ്ധികമായി മുന്നിൽ നിൽക്കുന്ന 2000 പേരിൽ ഒരാളാണ് എന്ന ബ്രാൻഡ് വാല്യൂവിനേക്കാൾ, എന്ന ടാഗിനേക്കാൾ വലുതല്ല NTSC നൽകുന്ന മറ്റൊരു ബെനിഫിറ്റ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. Okay, Anne Maria Tenson, you can unmute your mic and speak now. Anne Maria Tenson. Muhammad Jasil and Mumtaz Mariam also can get ready. Can you hear me? First chance goes to Yes. Sir, what are the posts a doctor in an army? How can we become a doctor in an army? And is there any scholarship? ഓക്കെ, മുറിഞ്ഞു കേട്ടു. എന്നാലും ഞാൻ കേട്ടത് ആർമിയിലുള്ള പോസ്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആർമിയിൽ ഡോക്ടർ ആകുക എന്നുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആർമിയിലേക്കുള്ള ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഏത് വഴിയാണ്? ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അപ്പോൾ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു, അവിടെ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. സ്കോളർഷിപ്പ് വേണമെന്നല്ല, അവിടുത്തെ എഡ്യൂക്കേഷൻ ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. 1 രൂപ നിങ്ങൾക്ക് അവിടെ ചെലവില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞാൽ, ആ MBBSന് ശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി നിങ്ങൾക്ക് അവിടെ ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറായിട്ട് എവിടെ വരുന്നത്? ആർമിയിൽ വരുന്നത്. നിങ്ങളുടെ റാങ്കിങ് ആരംഭിക്കുന്നത് കാറ്റിൽ നിന്നാണ്. എല്ലാ സ്പെഷ്യലൈസേഷനും അവിടെ ഉണ്ടാവും. ക്ലിയർ ആയോ? Yes, sir. നെക്സ്റ്റ്. Anne Maria undo? Anne Maria? Yes. Yes, you can. Yeah, my question was whether it is necessary to join entrance coaching from 9th grade. What will they teach to me for entrance coaching in 9th grade? ആൻമരിയ, എന്താണ്, ഏത് കരിയർ ഓപ്ഷൻ ആണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? I would like to do engineering. എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇപ്പോൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ ടാർഗറ്റിംഗ് IIT ഓർ NIT, IITകളോ NITകളോ ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു ലേൺ അഡ്വാൻസ് സബ്ജക്ട്. ഇപ്പോൾ പഠിക്കുന്ന അത്രയും സബ്ജക്ട് തിയറി പഠിച്ചാൽ പോരാ, അഡ്വാൻസ് ലെവൽ സബ്ജക്ട് പഠിക്കണം. കോച്ചിങ്ങിന് പോകണമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. നിങ്ങൾക്ക് അഡ്വാൻസ് ലെവൽ പഠിക്കുവാൻ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഇന്നിപ്പോൾ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, ഇന്ന് എന്തെല്ലാം ഓൺലൈൻ സൗകര്യങ്ങളുണ്ട്. അത് ഓൺലൈൻ സൗകര്യങ്ങൾ വേണോ, ഓഫ്ലൈൻ വേണമോ, പേഴ്സണലൈസ്ഡ് ട്യൂഷൻ വേണമോ, ഇതൊക്കെ അവനവൻ്റെ സെലക്ഷനാണ്. പക്ഷെ IIT എക്സാമിനേഷന് നമുക്ക് എന്ത് വേണം? അഡ്വാൻസ് ലെവൽ സബ്ജക്ട് നോളജ് വേണം. അഡ്വാൻസ് ലെവൽ സബ്ജക്ട് നോളജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമാണ്. ഫേസ് ടു ഫേസ് ട്രെയിനിങ് ആവശ്യമാണോ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആവശ്യമാണോ, അതല്ല ഓൺലൈൻ അസിസ്റ്റൻസ് മതിയോ, അതൊക്കെ അവരവർ തീരുമാനിക്കേണ്ടതാണ്. Okay, Mumtaz Mariam. Okay, good afternoon, sir. Good afternoon. Sir, what should I take as a base to go for the civil services? Normally people are saying that only a person from the humanities can go for the civil services. Can a science student go for the civil services? ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് മാത്രമേ സിവിൽ സർവീസിന് പോകാൻ പറ്റുള്ളൂ എന്ന് ആരാ പറഞ്ഞേ മുംതാസിനോട്? ഞാൻ കുറച്ച് IAS ഓഫീസേഴ്സിന്റെ പേര് പറയട്ടെ.
Yes, sir. കേൾക്കാവോ? കേൾക്കാം. ആ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു TV അനുപമ IAS. അവർ ബിറ്റ്സിലാണ് പഠിച്ചത്, ഹ്യൂമാനിറ്റീസ് അല്ല പഠിച്ചത്. ബാലമുരളി, നേരത്തെ ഉണ്ടായിരുന്ന കണ്ണൂർ കളക്ടർ ബാലമുരളി, മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇപ്പോഴത്തെ നമ്മുടെ അനീഷ് സാറിന്റെ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള, ഒരു MBBS ഡോക്ടറാണ്. ഇങ്ങനെ കുറേ അധികം നമുക്കറിയാവുന്ന IASകാരും IPSകാരും ഒന്നും എന്തല്ല, ഹ്യൂമാനിറ്റീസുകാരല്ല, സയൻസുകാരാണ്. ഹ്യൂമാനിറ്റീസുകാരും ഉണ്ട് കൂട്ടത്തില്. നമ്മുടെ ഇന്റർനാഷണൽ സിറ്റിസൺ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞ ഡോക്ടർ ശശി തരൂർ, അദ്ദേഹം ഹ്യൂമാനിറ്റീസ് ഓർ സയൻസ് എന്ന വ്യത്യാസമില്ല. ഓരോ IAS ആസ്പിറന്റിനോട് പലർക്കും പലതും പറയാനുണ്ടാവും. പക്ഷെ എൻ്റെ അഭിപ്രായം, നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഗ്രാജുവേഷൻ ചെയ്യുന്നത്, ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എന്നുള്ളത് ഒരു ഒരു സിവിൽ സർവീസ് ആസ്പിറന്റിന്റെ അച്ചീവ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമെന്നാണ്. നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. കാരണം ഞാൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ കാണുന്നവരെല്ലാം മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞവരാണ്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞവരാണ്. കാരണം അതിനകത്ത് IITന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, നാഷണൽ ലോ സ്കൂൾ പ്രോഡക്ട്സ് ഉണ്ട്. അനൂപ് പെരുവിള ജോൺ IPS, അദ്ദേഹം അതായത് ഇപ്പോൾ നമ്മുടെ ഈ ടെററിസ്റ്റ് ആൻഡ് ഇതിൻ്റെ ഹെഡായിട്ടുള്ള ഒരു IG ആണ്. അദ്ദേഹമൊക്കെ നാഷണൽ ലോ സ്കൂൾ പ്രോഡക്റ്റ് ആണ്. അങ്ങനെ നാഷണൽ ലോ സ്കൂൾ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മളിപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെൻറ്റ് സ്റ്റീഫൻ കോളേജിലെ കുട്ടികളെ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും സിവിൽ സർവീസ് ലിസ്റ്റിനകത്ത് അവരുടെ എണ്ണം 2 ഡിജിറ്റിലാണ് ഉണ്ടാകുക. കേരളത്തിലെ ഏതെങ്കിലും കോളേജിന് 2 ഡിജിറ്റ് നമ്പേഴ്സ് പറയാനുണ്ടോ, അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് ഇയേഴ്സിൽ കിട്ടിയവരുണ്ടോ? അതുകൊണ്ട് സയൻസോ ഹ്യൂമാനിറ്റീസോ എന്നുള്ളതിനേക്കാൾ പ്രധാനം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു എന്നുള്ളതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ CSAT എക്സാമിനേഷന് വേണ്ടിയിട്ടൊന്നും ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം എന്നും ഒന്നും പറയുന്നതിലൊന്നും ശരിയില്ല. കാരണം നിങ്ങൾ CSAT എക്സാമിനേഷനൊക്കെ എഴുതുന്ന 5-6 വർഷം കഴിഞ്ഞിട്ടാണ് പേപ്പർ വായിക്കുന്ന ശീലവും പരന്ന വായനാശീലവും ഒക്കെ ഉണ്ടായിരിക്കുന്നത് വളരെ നന്നാകും എന്നാണ് തോന്നുന്നത്. നന്നായിട്ട് വായിക്കോ? ഹലോ സർ, എന്നോടാണോ? റീഡിംഗ് ഹാബിറ്റ് ഓക്കെ. ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പറും ഇന്ത്യൻ എക്സ്പ്രസും ആണ്. അപ്പം അതിൽ ഇപ്പം നോട്ട്സ് ഒന്നും ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാരണം NCERT 6th മുതൽ 12th വരെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ബേസ് കണ്ടിട്ടല്ലേ പൊങ്ങി വരാൻ പറ്റത്തുള്ളൂ. അപ്പം അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. NCERT നമ്മൾ പഠിച്ചു പോകുന്നത് പഠിക്കുക, പിന്നെ ഹിന്ദു ഒക്കെ എഡിറ്റോറിയൽസ് വായിക്കാത്തതാണ്. അത് മതി. റീഡിംഗ് ഹാബിറ്റ് ഉള്ളത് ഉണ്ടാവണം. അതായത് ബുക്സ് വായിക്കോ? ന്യൂസ് പേപ്പർ റീഡിംഗ് അല്ലാതെ? ബുക്സ് സർ, ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിന്റെ അത് ഞാൻ വായിച്ചിരുന്നു. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ബിപിൻ ചന്ദ്രയുടെ, പിന്നെ കുറെ എക്കണോമിക്സിന്റെ, പിന്നെ എസ് ജയശങ്കർ സാറിന്റെ ഒരു ഫോറിൻ പോളിസിയുടെ ഉണ്ടായിരുന്നു. പിന്നെ പ്രോമിസ്ഡ് ലാൻഡ് ഒബാമ ഡിപ്പോ വന്നു. അതൊക്കെ ഫോറിൻ പോളിസീസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി നല്ല ആളുണ്ട്, വായിച്ചിരുന്നു. ഞാൻ IAS ഡെഫിനിഷൻ പറയട്ടെ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇമ്മീഡിയറ്റ് അക്കാഡമിക് സക്സസ്. ഓ വൗ. ഇതെല്ലാവർക്കും കൂടി പറഞ്ഞതാ. ഒന്നുകൂടെ പറയാം. ഇൻവോൾവ് ആക്റ്റീവ് സ്റ്റുഡന്റ്. Okay. Rohan Rajesh. Next. Good afternoon, sir. My question is that to become a software engineer, which subjects all should be taken in 12th or in 10th standard? 10th ഓപ്ഷൻസ് ഒന്നും ഇല്ല. 10th എല്ലാം പഠിക്കണമല്ലോ. 12th സയൻസ് ഗ്രൂപ്പ് എടുക്കണം. കമ്പ്യൂട്ടർ സയൻസ് വേണമോ എന്നായിരിക്കാം ആ ചോദ്യത്തിന്റെ ഒരു
അകത്ത്, ചോദ്യത്തിനകത്ത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ അതല്ല ബയോളജി എടുത്താൽ മതിയോ? അതാണോ രോഹൻ ഉദ്ദേശിച്ചത്? Yes, sir. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കണേ? In Maria Montessori. മറിയാം മോണ്ടിസോറി. ബയോളജി ഇഷ്ടമാണെങ്കിൽ ബയോളജി ഗ്രൂപ്പ് എടുക്കുക. ബയോളജി ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ സയൻസിൽ ബയോളജി ഒഴിവാക്കിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. രണ്ടിനും പ്ലസും മൈനസും ഉണ്ട്. പ്ലസ് എന്താണെന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ പ്ലസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം ഹയർ സെക്കൻഡറിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിടെക്കിന് പോകുമ്പോൾ അവിടെ ബേസിക്സ് പഠിച്ചതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ബിടെക് ക്ലാസ് റൂമിൽ കിട്ടും. ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതിന് മൈനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ബിടെക്കിന് പോകുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ല എടുക്കുന്നത്, മറ്റേതെങ്കിലും ബ്രാഞ്ചസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. മറ്റേതെങ്കിലും ബ്രാഞ്ചസ് എടുക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ബയോളജിയുടെ ആവശ്യം വരും. ബിടെക് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ബയോളജി ആവശ്യമില്ലാത്തതാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ബിടെക്കിനകത്തും ബയോളജിയുടെ ആവശ്യം വരുന്ന ധാരാളം സിറ്റുവേഷൻസ് ഉണ്ട്. ബയോളജി നിർബന്ധമായിട്ട് വരുന്ന സാഹചര്യങ്ങളും ഉണ്ട്. എക്സാമ്പിൾ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ആദ്യം പഠിക്കുന്നത് ഇലക്ട്രോണിക്സ് അല്ല, ആദ്യം പഠിക്കുന്നത് ഹ്യൂമൻ അനാട്ടമിയാണ്. ചില ബ്രാഞ്ചുകളിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് സാധാരണ കുട്ടികളോട് പറയാറുള്ളത്, സയൻസ് പഠിക്കുമ്പോൾ ബയോളജി പഠിക്കാൻ പ്രയാസമില്ലെങ്കിൽ ബയോളജി എടുക്കാനും, ബയോളജി താല്പര്യമുണ്ടെങ്കിൽ ബയോളജി എടുക്കാനാണ് പറയുന്നത്. ഇപ്പോൾ രോഹന് ബയോളജി താല്പര്യമുണ്ടെങ്കിൽ ബയോളജി എടുക്കുക, ബയോളജിയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. കേട്ടല്ലോ? എന്തായാലും എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ ബയോളജിയുടെ സബ്ജക്റ്റ് അല്ല. Okay, thank you, sir. ഓക്കെ. കുറച്ചുകൂടെ വേഗത്തിലായി. അനുപമ തെരേസ. സോറി, ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടാ പേര് വിളിച്ചോണ്ടിരുന്നത്. അനുപമ തെരേസ. യെസ്, അനുപമ സംസാരിച്ചോളൂ. 46 കാണുന്ന ചോദ്യങ്ങളാണോ? അത് കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എലിജിബിലിറ്റി ഫോർ നോട്ടിക്കൽ സയൻസ്, ടാലന്റ് സെർച്ച് ടെസ്റ്റ്, same kind of advanced subject for AFMC, how to become a pilot. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ഉണ്ട്. അനുപമ ചോദിക്കുന്നു. റോഹൻ രാജേഷ്, ക്യാൻ യു സ്പീക്ക്? റോഹൻ സംസാരിച്ചല്ലോ. ശ്രേയ നായർ സംസാരിക്കുന്നുണ്ടോ? ശ്രേയ, ക്യാൻ യു സ്പീക്ക്? ഇല്ല. Yes sir, yes sir. Good evening sir. Good evening, പറഞ്ഞോളൂ. Sir, for IGRA institution, which exam should I write for admission in IGRA institution? IGRAയുടെ അഡ്മിഷൻ ടെസ്റ്റ്. IGRAയുടെ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. IGRUA അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പിലുള്ളത് സയൻസും മാത്തമാറ്റിക്സും ജനറൽ സോഷ്യൽ അവയർനെസ്സും GK ഒക്കെയാണ് അതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ്, അത് കഴിഞ്ഞാൽ പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇങ്ങനെയാണ് IGRAയുടെ സെലക്ഷൻ. ആദ്യം ജനറൽ ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ, അത് കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റ്, അത് കഴിഞ്ഞ് പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇങ്ങനെയുള്ള 4 സ്റ്റേജസ് ആണ് IGRAയിൽ ഉണ്ടാവുക. 12th സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ഒന്നുകിൽ IGRA വെബ്സൈറ്റിൽ നോക്കുക, അതല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വെബ്സൈറ്റ് നോക്കുക. ന്യൂസ് പേപ്പറുകൾ, എഡ്യൂക്കേഷൻ പേജ് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ IGRAയുടെ നോട്ടിഫിക്കേഷൻ വരും. Which subject should I take in 11th or 12th standard for IGRA institution? Science. Okay, thank you sir.
Arush Bijukumar. Arush Bijukumar. Anupama Teresa. Arush undo. Sir, hello. മെസ്സേജ് ഉണ്ട്. Sir, hello. പറഞ്ഞോളൂ. Sir, what are the different entrance tests that are there to study in ISRO? ISRO, okay. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലുള്ള 26ഓളം ഡിവിഷൻസിൽ ഒന്നാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിൽ. അതാണ് അവിടേക്ക് ISROയിൽ നമുക്ക് ജോലി ലഭിക്കാനാണോ ആരും ചോദിച്ചത്, അതല്ല IST-യിലേക്കുള്ള അഡ്മിഷൻ ആണോ ചോദിച്ചത്? എന്താ ഉദ്ദേശിച്ചത്? അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കൂ. മോനെന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. Arush. To become a scientist. സയന്റിസ്റ്റ് ആകാനായിട്ട്. ഓക്കെ. ISROയിൽ സയന്റിസ്റ്റ് ആകാൻ IST തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ ഏത് സബ്ജക്റ്റ് പഠിക്കുന്നവർക്കും ISROയിൽ സയന്റിസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് എത്തണമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ PhD കഴിഞ്ഞവരല്ലേ സയന്റിസ്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ PhD-ക്കാരെ സയന്റിസ്റ്റുകളായിട്ട് എടുക്കുന്നുണ്ട്. എൻജിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ എൻജിനീയേഴ്സിനെയും ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിനെയുമാണ് കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യാറുള്ളത്. മെക്കാനിക്കൽ എൻജിനീയേഴ്സിനെയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയേഴ്സിനെയാണ് കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യാറുള്ളത്. ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിനെയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് എൻജിനീയറിംഗ് ഒക്കെ താരതമ്യേന കുറവാണ്. അപ്പോൾ സയന്റിസ്റ്റ് ആകണം, ISROയിൽ സയന്റിസ്റ്റ് ആയിട്ട് ജോലിയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സോ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുക, ISRO IISc-ലോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുക, നല്ല പെർഫോമൻസോട് കൂടിയിട്ട് PhD കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ISRO സയന്റിസ്റ്റുകളെ ജൂനിയർ സയന്റിസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് അപ്ലൈ ചെയ്യുക, PhD എടുക്കുക. അത് ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. ഏത് സബ്ജക്റ്റാണ് ആരുഷിന് കൂടുതൽ താല്പര്യം? ഫിസിക്സ്. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ്? 9th sir. ഏത് സ്കൂളാ? ശ്രീബുദ്ധ നോർനാട്. ഓക്കെ. അപ്പൊ നന്നായിട്ട് മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ പഠിച്ചിട്ട് KVPY എക്സാമിനേഷൻ എഴുതുക. KVPY എക്സാമിനേഷൻ എഴുതിയിട്ട് IISc-യിൽ തന്നെ അഡ്മിഷൻ വാങ്ങും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ. 11th സ്റ്റാൻഡേർഡിലും KVPY എഴുതാം, 12th-ലും എഴുതാം. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ബയോളജിയും നന്നായിട്ട് പഠിക്കുക. KVPY എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബയോളജി കൂടെ വേണം. അതിൽ ബയോളജി കമ്പൽസറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11th മാത്രമേ ബയോളജി കമ്പൽസറി ഉള്ളൂ. 12th എഴുതുമ്പോൾ ബയോളജി കമ്പൽസറി അല്ല, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി മാത്സിനേക്കാൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക പരീക്ഷയിൽ ബയോളജിയാണ്. അതുകൊണ്ട് ബയോളജി കൂടെ എടുത്ത് പഠിക്കുക. ഓക്കെ. ഷെയ്ഖ് മഹിൻ, SM ഷെയ്ഖ് മഹിൻ. Yes. Good afternoon, sir. Good afternoon. ഞാനൊരു 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണ്. എനിക്ക് മാത്തമാറ്റിക്സിനോട് കൂടുതൽ ഇഷ്ടമാണ്. എനിക്ക് താല്പര്യം കൂടുതലും മാത്തമാറ്റിക്സിനോടാണ്. ആ മാത്തമാറ്റിക്സിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടിൽ ആവുന്നതിലും എന്തെങ്കിലും താല്പര്യം, എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടിൽ ആവുന്നതിൽ. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ നല്ല മാത്തമാറ്റിക്സ് ഇഷ്ടമുള്ളവർക്ക് പോകാവുന്ന മറ്റൊരു മേഖലയാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നമ്മുടെ ചാർട്ടേഡ് CA-കാരാകുന്നവരുടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ സയൻസ് മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് കൂടുതൽ എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ മാത്തമാറ്റിക്സ് നന്നായിട്ട് എക്സൽ ചെയ്യുന്നവർക്ക് പോകാവുന്ന, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് മാത്രമല്ല കൊമേഴ്സ് എന്ന സബ്ജക്റ്റ് മാത്തമാറ്റിക്സിൽ എക്സൽ ചെയ്യുന്നവർക്ക് പോകാനുള്ളൊരു മേഖലയാണ്.
മാത്തമാറ്റിക്സിൽ നിങ്ങൾ എക്സൽ ചെയ്യുന്നില്ലെങ്കിൽ 11th 10th കഴിയുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത രണ്ട് മേഖലയാണ് സയൻസും കൊമേഴ്സും. ഹ്യൂമാനിറ്റീസിൽ വിത്തൗട്ട് മാത്തമാറ്റിക്സ് എന്ന ഓപ്ഷൻ, അവിടെ എക്കണോമിക്സ് പോലും അവർക്ക് സ്യൂട്ടബിൾ ആവില്ല. മനസ്സിലായോ? അപ്പോൾ നിശ്ചയമായിട്ടും മാത്തമാറ്റിക്സ് എക്സൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA കാരനാകണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിശ്ചയമായിട്ടും പോയിക്കോളൂ. അത് ശരിയായ തീരുമാനം തന്നെയാണ്, തെറ്റായ തീരുമാനം. ഓക്കെ സാർ, താങ്ക് യു. മനസ്സിലായോ? ഓക്കെ സാർ. അതിന്റെ കൂടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടില് +2 കഴിഞ്ഞാൽ ഉടനെ CAക്ക് മാത്രമായിട്ട് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. അത് ശരിയായ ഒരു വഴിയല്ല. CA കാരനാകാനുള്ള കൊമേഴ്സിലെ ഹയർ സ്റ്റഡീസ് ചെയ്യാനുള്ള ശരിയായ മാർഗം മറ്റ് വിഷയങ്ങൾ പോലെ തന്നെ ആഫ്റ്റർ യുവർ +2 കൊമേഴ്സ് പഠിക്കുവാനുള്ള ഏറ്റവും മികച്ച കോളേജുകളിൽ പോവുക എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, മാളവികയുടെ ചോദ്യത്തിനു കൂടെയുള്ള മറുപടിയാണ് ഇപ്പം സാർ പറഞ്ഞിരിക്കുന്നത് SM ഷെയ്ഖിലൂടെ. അനുപമ ത്രേസ സംസാരിക്കാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ചോദിച്ചിരിക്കുന്ന ചോദ്യം, വിച്ച് ഫീൽഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇന്റീരിയർ ഡിസൈനിങ്? ആർക്കിടെക്ചറിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ഞാൻ പറഞ്ഞു. ഈ സെന്റർ ഫോർ എൻവയോൺമെന്റൽ പ്ലാനിങ് ആൻഡ് ടെക്നോളജിയിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അങ്ങനെ ധാരാളം ആർക്കിടെക്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ആഫ്റ്റർ BArch നിങ്ങൾക്ക് ഇന്റീരിയർ ഡിസൈനിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ശരിയായ ക്വാളിഫിക്കേഷൻ വഴിയാണ് പോകുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ നാറ്റ എന്ന എക്സാമിനേഷൻ എഴുതി നല്ല സ്കോർ വാങ്ങിക്കുക. നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചറിൽ നല്ല സ്കോർ വാങ്ങിച്ച് നല്ല കോളേജിൽ ആർക്കിടെക്ചറിന് പ്രവേശനം നേടുക. Agul Jaykumar. Yes, sir. Sir, my dream is to become a scientist in ISRO. So I like to study at IISc Trivandrum. So which course is better, aerospace engineering or aeronautical engineering? മോനെ, അവിടെ ISROയിൽ സയന്റിസ്റ്റ് ആകുക എന്നുള്ളതൊന്നും വേറെ. ഇത് എഞ്ചിനീയറിംഗ് ആണ് നമ്മളവിടെ ചെയ്യുന്നത്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏവിയോണിക്സ്, എയറോസ്പേസ്, ഏവിയോണിക്സ്, എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, ഇങ്ങനെ 3 ബ്രാഞ്ചസ് ആണ് IISTയിലുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എയറോസ്പേസ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. പിന്നെ ഉള്ളത് ഏവിയോണിക്സ് ആണ്. ഏവിയോണിക്സ് എന്നത് ഇലക്ട്രോണിക്സ് ആണ്. സ്പേസ് ക്രാഫ്റ്റുകളെയോ എയർക്രാഫ്റ്റുകളുടെയോ അതിൻ്റെ ഇലക്ട്രോണിക്സ് ഭാഗമാണ് ഇത് പറയുന്നത്, ഈ ഏവിയോണിക്സ് എന്ന് പറയുന്നത്. 3ാമത്തെ ബ്രാഞ്ച് അവിടെയുള്ളത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നുണ്ടെങ്കിൽ ഒരു ലാബിലെ, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അതിന് ലാബിലുള്ള ഫോമാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ISROയിൽ ഈ 3 കോഴ്സ് കഴിയുന്നവരെയും ISRO അബ്സോർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അബ്സോർവ് ചെയ്യുന്നത് എഞ്ചിനീയേഴ്സ് ആയിട്ടാണ് അബ്സോർവ് ചെയ്യുന്നത്. സയന്റിസ്റ്റ് ഇവരും നാളെ എഞ്ചിനീയർ പിന്നെയും ഹയർ സ്റ്റഡീസ് ഞാൻ പറഞ്ഞല്ലോ, നല്ല റാങ്ക് വാങ്ങിച്ചാൽ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് അയക്കും. അങ്ങനെ കഴിഞ്ഞ് വന്നാൽ അവരും ഉയർന്ന തലത്തിലോട്ട് വരും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ IISc പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെ ബേസിക് സയൻസ് പഠിച്ച് ഫിസിക്സിലോ മാത്തമാറ്റിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ PhD എടുത്തിട്ടും ISROയുടെ സയൻറ്റിസ്റ്റ് ആകാം. മനസ്സിലായോ? അപ്പോൾ ഏവിയോണിക്സ് ആണോ, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണോ, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണോ കൂടുതൽ നല്ലത് എന്ന് ചോദിച്ചാൽ അത് ഓരോ ആളുടെയും ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിലവിൽ IISTയിലെ അഡ്മിഷന്റെ ഡിമാൻഡ് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ കൂടുതൽ ഡിമാൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിംഗിലാണ്. 2ാമത്തെ ഡിമാൻഡ് ഏവിയോണിക്സിനാണ്. 3ാമത്തെ ഡിമാൻഡാണ് ഇതിനുള്ളത് എഞ്ചിനീയറിംഗ് ഫിസിക്സിനുള്ളത്. അതിന് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്തുകൊണ്ട് 3ാമതായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ബാക്കി 2 പ്രോഗ്രാമും 4-year പ്രോഗ്രാമാണ്, BTech പ്രോഗ്രാമാണ്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഇന്റഗ്രേറ്റ് MTech പ്രോഗ്രാമാണ്. ഇനി പറയുന്ന എത്ര കണ്ട് കുട്ടികൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. തെറ്റിദ്ധാരണ ഉണ്ടാകുമോ എന്നും എനിക്ക് സംശയമുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ.
IIT-കളിൽ ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ ബിടെക് കഴിയുന്നവർക്കാണ് എംടെക് കഴിയുന്നവരേക്കാൾ ഡിമാൻഡ്. IIT-കളിൽ നിന്നും IIT-കൾ പോലെയുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും ബിടെക് കഴിഞ്ഞിറങ്ങുന്നവർക്കാണ് ആരേക്കാൾ ഡിമാൻഡ്? എംടെക് കഴിഞ്ഞ് ഇറങ്ങുന്നവരേക്കാൾ ഡിമാൻഡ്. സാധാരണത്തിൽ എംടെക് ആണ് ഉയർന്ന യോഗ്യത. ഉയർന്ന യോഗ്യതയുള്ളവരേക്കാൾ കൂടുതൽ ഡിമാൻഡ് ആർക്കാണ്? കുറഞ്ഞ യോഗ്യത ഉള്ളവർക്കാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് IIST-യിലെ എംടെക് പ്രോഗ്രാമായ ഇന്റഗ്രേറ്റ് എംടെക് പ്രോഗ്രാമായ എഞ്ചിനീയറിംഗ് ഫിസിക്സിനേക്കാൾ ഡിമാൻഡ് ഏതിനാണ്? ബിടെക് പ്രോഗ്രാമായ എയറോസ്പേസ് എഞ്ചിനീയറിംഗിനാണ്. അപ്പോൾ അക്കുൽ അതാണ് ചോദിച്ചതെങ്കിൽ നിലവിലെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഏതിന് പോകാം? എയറോസ്പേസ് എഞ്ചിനീയറിംഗിന് പോകാം. അത് കഴിഞ്ഞ് സാധാരണ നമ്മൾ ഈ പരീക്ഷ എഴുതി റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പരിഗണിച്ചിട്ട് ഓപ്ഷൻ കൊടുക്കുള്ളൂ. കാരണം മഹാഭൂരിപക്ഷം പേര് എന്താണ് ചിന്തിച്ചത്, ആ ചിന്തിച്ചത് എന്താണ്, അവരെന്തുകൊണ്ട് ആ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ ഓപ്ഷനെ അത് സ്വാധീനിക്കും. ആ സമയത്ത് നമ്മുടെ തീരുമാനത്തെ മറ്റുള്ളവരുടെ തീരുമാനം സ്വാധീനിക്കും. അങ്ങനെ ആകരുതൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നാലും ഒരു തീരുമാനം എടുക്കാൻ നേരത്ത് മഹാഭൂരിപക്ഷം പേർ എന്ത് തീരുമാനമാണ് എടുത്തത്, മഹാഭൂരിപക്ഷം പേരും ഫസ്റ്റ് ഓപ്ഷൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഏത് കൊടുക്കും? എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കൊടുക്കും. സർ, ക്വസ്റ്റ്യൻസ് കുറേ ഉള്ളത് സിമിലർ ക്വസ്റ്റ്യൻസിനെല്ലാം ക്ലബ് ചെയ്ത് അതിൽ ആൾക്കാർക്കാണ് നമ്മൾ എല്ലാവർക്കും അവസരം കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അവസാനത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അവരുടെ പേരൊന്ന് പരാമർശിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള മറുപടിയാണെന്ന് സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഓരോരുത്തർ കമ്പൈൻ ചെയ്ത് ചോദിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് മിക്കവാറും. ഇനിയുള്ളത് ആഷിഫ ഹാജിറ ഒരു വ്യത്യസ്തമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ജേർണലിസം ഓൾറെഡി പറഞ്ഞ അതാണ്. എങ്കിലും ആഷിഫ ഹാജിറ, ക്യാൻ യു ആസ്ക്? ആഷിഫ. ഞാൻ 9th പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. എനിക്ക് ഫ്യൂച്ചറിൽ ജേർണലിസം പെർസ്യൂ ചെയ്യാനാണ് ആഗ്രഹം. എനിക്കൊരു ജേർണലിസ്റ്റ് ആവാനാണ് ആഗ്രഹം. സോ ഞാൻ നോക്കേണ്ട കോളേജസ് ഏതൊക്കെയാണ്? വിച്ച് ആർ സം ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു പെർസ്യൂ ജേർണലിസം? നമുക്ക് സാധാരണഗതിയിൽ ജേർണലിസത്തിന് ഗ്രാജുവേഷൻ പ്രോഗ്രാം വളരെ കുറവാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സസുമായിട്ടാണ് കൂടുതലും നമ്മൾ ജേർണലിസം പഠിക്കുന്നത്. അപ്പോൾ ജേർണലിസത്തിന് പോകുവാനായിട്ട് ഏറ്റവും നല്ലത് ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ മലയാളം ഉൾപ്പെടെയുള്ള ഏത് ലാംഗ്വേജിലും നമുക്ക് ആദ്യം ഗ്രാജുവേഷൻ പ്രോഗ്രാം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഏതിലാണെങ്കിലും കുഴപ്പമില്ല. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയാണ് അതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ നമുക്ക് ജേർണലിസം സ്പെഷ്യലൈസേഷൻ കൂടി ചെയ്യാനുള്ള കോഴ്സസ് അവിടെ ഷില്ലോങ് ക്യാമ്പസിലുണ്ട്. ഇത് കൂടാതെ ജേർണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, UP-യിലാണ്. എക്സാക്റ്റ് ആ പ്ലേസ് ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, സെർച്ച് ചെയ്ത് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. ഇത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. കേരളത്തിലും ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അത് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്, മലയാള മനോരമയുടെ ഓണർഷിപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെയൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സസ് ആണ് ജേർണലിസത്തിലുള്ളത്. അപ്പോൾ ഇന്നിപ്പം ജേർണലിസം നേരത്തെ ആണെങ്കിൽ പ്രിന്റ് മീഡിയ ആണ് കൂടുതലുണ്ടായിരുന്നത്. പ്രിന്റ് മീഡിയ മാത്രമല്ല വിഷ്വൽ മീഡിയനേക്കാൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നുണ്ട്. BBC ഉൾപ്പെടെയുള്ള അന്തർദേശീയ സ്ഥാപനങ്ങളും ധാരാളം റിക്രൂട്ട്മെന്റ് ഇന്ത്യയിൽ നിന്ന് നടത്തുന്നുണ്ട്, നമ്മുടെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ. ഇപ്പോൾ JNU ആണെങ്കിലും FLU ആണെങ്കിലും സെന്റ് സ്റ്റീഫൻ പോലെയുള്ള ഇംഗ്ലീഷ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കോളേജുകളിൽ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് പോവുക. അവിടുന്ന് മാസ് കമ്മ്യൂണിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസിന് വേണ്ടി പോകുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. താങ്ക് യു സർ. സർ, മറ്റു കുറേ ചോദ്യങ്ങളുള്ളത് പിന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ മറുപടി പറഞ്ഞതാണ്. ഗേൾസിന് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പോകാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്, മഹാമയി. കൂടാതെ വേറൊരു ചോദ്യം ഒരു അനോണിമസ് അറ്റൻഡിയാണ്. ഫോറൻസിക് സയൻസ് ഗുഡ് കരിയർ ആണോ? അതിനുള്ള ഓപ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു.
ഓക്കെ, ഗേൾസിന് നിലവിൽ പ്ലസ് ടു ലെവലിൽ ഗേൾസിന് ഡിഫൻസിലേക്കുള്ള എൻട്രി ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് വഴി മാത്രമാണ്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ 130 സീറ്റുകളുള്ളതിൽ 25 സീറ്റുകൾ പെൺകുട്ടികൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നതാണ്. 105 സീറ്റുകൾ ആൺകുട്ടികൾക്കും 25 സീറ്റുകൾ പെൺകുട്ടികൾക്കും എന്നതാണ് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലെ MBBSന്റെ സെലക്ഷൻ. കമ്പൈൻഡ് അതല്ലാതെ NDA വഴി, നാഷണൽ ഡിഫൻസ് അക്കാഡമി വഴി 12ാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികൾക്ക് നിലവിൽ എൻട്രി ഇല്ല. പിന്നീട് വരുന്നത് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ വഴിയാണ്. അതുവഴി പെൺകുട്ടികൾക്ക് ഓഫീസേഴ്സ് റാങ്കിലോട്ട് അഡ്മിഷൻ ഉണ്ട്. അത് ആഫ്റ്റർ ഗ്രാജുവേഷൻ ആണ്. +2 ലെവലിൽ എൻട്രി ഡിഫൻസിലോട്ട് പ്രധാനമായിട്ടും 2 എൻട്രി മാത്രമേ ഉള്ളൂ. അതൊന്ന് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലെ 25 സീറ്റുകളും, മറ്റൊന്ന് നഴ്സിംഗ് വഴി മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ വഴിയാണ് മാത്രമാണ് പെൺകുട്ടികൾ. ഇനി രണ്ടാമത് ചോദ്യം എന്തായിരുന്നു? ഫോറൻസിക് സയൻസ്. ഫോറൻസിക് സയൻസ് ഇന്നത്തെ കാലത്ത് ഫോറൻസിക് സയൻസ് വളരെ കൂടുതൽ കുട്ടികൾ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മേഖലയാണ്. നമുക്ക് ഫോറൻസിക് സയൻസിൽ ഗ്രാജുവേഷൻ പ്രോഗ്രാം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഗുജറാത്തിൽ ഒരു ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ടുണ്ട്. അതല്ലാതെ കേരളത്തിൽ എന്തായാലും ഫോറൻസിക് സയൻസ് ഗ്രാജുവേഷൻ ലെവലില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ മാത്രമാണ് ഫോറൻസിക് സയൻസ് കോഴ്സസ് ഉള്ളത്. ഡീംഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെയുള്ള ഫോറൻസിക് സയൻസ് കോഴ്സസിന് ഇപ്പോൾ പോയി വീണ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഫോറൻസിക് സയൻസ് എന്ന മേഖലയെക്കുറിച്ച് മോശമാണ്, കരിയർ ഓപ്ഷൻ ഇല്ലാത്തതാണ് എന്ന് പറയാൻ സാധിക്കില്ല. അതിനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ എന്തായാലും അതിനനുസൃതമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവൺമെൻറ് സെക്ടറിൽ അധികം ഉണ്ടായി വന്നിട്ടില്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഇനി ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ചോദ്യം ചോദിച്ചാൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അനോണിമസ് അറ്റൻഡിയാണ്. ഓക്കെ, ഇപ്പോൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ ആണെങ്കിൽ വരും വർഷങ്ങളിൽ കാത്തിരിക്കാം. നമ്മുടെ ഈ പറയുന്ന NIRF റാങ്ക് ലിസ്റ്റിൽ ഫോറൻസിക് സയൻസ് കൂടെ വരുന്നുണ്ടോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, രാജൻ സാർ. Dr. Lali is there, I think so. She is there, I think so. ഓക്കെ സാർ, അതിനിടയിൽ ഒരു ചോദ്യം കൂടി. പൈലറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള, പൈലറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. പൈലറ്റ് ആവാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണോ അതോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണമോ എന്നുള്ളൊരു ചോദ്യം. നമുക്ക് ഇന്ത്യയിൽ തന്നെ പഠിക്കുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ തന്നെ പഠിക്കുവാൻ സൗകര്യമുണ്ട്. ഇനി കൊമേഴ്ഷ്യൽ പൈലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളം ഉണ്ട്. അവരൊക്കെ ഫോറിൻ കൊളാബറേഷൻ ഉള്ളവർ ഉണ്ട്. അതുകൊണ്ട് അത് പുറത്തു പോകുന്നത് തെറ്റൊന്നുമില്ല, പോകണമെങ്കിൽ പുറത്തു പോകാം. പക്ഷെ എന്താണ് ഇന്ത്യയിൽ പഠിക്കുന്ന വ്യത്യാസം? ഇന്ത്യയിൽ പഠിക്കുമ്പോൾ എക്സ്പെൻസ് കുറവായിരിക്കും, അതേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും സമയം 1 മണി ആയിരിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് വിചാരിക്കട്ടെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ പിന്നീട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാനാണ് ഞാൻ നോക്കിയത്. പക്ഷെ ഇവിടെ കാണുന്നത് സ്ക്രീൻ ഷെയറിംഗ് ഉണ്ടോ ഇപ്പോഴും? ഉണ്ട്. ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയറിംഗ് ഇപ്പോൾ എനേബിൾ ആണ്. യെസ്, ആ സ്ലൈഡിലുണ്ടോ? ലാസ്റ്റ് സ്ലൈഡിലുണ്ടോ? ആ സ്ലൈഡിലുണ്ട്, പക്ഷേ ആ സ്ലൈഡിലേക്ക് വരുന്നില്ല. സാറ് പറഞ്ഞാൽ മതി സാറേ. രാജൻ സാർ, ലാലി മാഡത്തിനെ കാണുന്നില്ല, മിസ്സിംഗ് ആണ് ലിസ്റ്റിൽ. രേഖ മാഡം ഇല്ല. രേഖ മാഡം ഇറങ്ങിയോ സാറേ? ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞോളാം സാറേ. ഓക്കെ, കുട്ടികൾക്ക് ഞാൻ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിക്കാം. നേരിട്ട് വിളിച്ചാൽ എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഫോൺ നമ്പർ ഒറ്റ തവണ ഞാൻ പറയുള്ളൂ.
ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം. 9048630365. സാറേ, ഗുഡ് ആഫ്റ്റർനൂൺ. സുബോധ് സാർ, ഏറ്റവും സ്നേഹത്തോടെ എനിക്ക് തോന്നും ലാലി മാഡം ഇല്ല എന്നൊന്ന് ഈ അവസരത്തിൽ സഹോദരിയുടെ പേരിലുള്ള എല്ലാ നന്ദിയും സുബോധ് സാറിന് അറിയിക്കുന്നു. കൂടാതെ ഇൻസ്പയർ ടീം അംഗങ്ങൾക്കും ഈ ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്രദമുള്ള ഒരു ദിവസമായിരുന്നു. ഞാൻ കേൾക്കുന്നുണ്ട്, സാറിൻ്റെ ക്ലാസ്സിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നേരം ഒത്തിരി കാര്യങ്ങൾ സാറിന് ഷെയർ ചെയ്തു. എനിക്കറിയില്ല മക്കൾ ഇത്രയും ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ സംശയം. എന്തായാലും ഇതൊരു ഇൻസ്പയറിങ് തന്നെയാണ്. കാരണം സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പോലെ തന്നെ ഒരു ഇൻസ്പയറിങ് ആണ് കുഞ്ഞുങ്ങൾക്ക്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വാർത്തെടുക്കാൻ സാറിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആലപ്പുഴ സഹോദരിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ സാറിൻ്റെ ടീം അംഗങ്ങൾക്ക് ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയും പല ദിവസങ്ങളായി കഷ്ടപ്പെടുന്ന അനീഷിനും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടാതെ ഇന്ന് ഈ മീറ്റിങ്ങിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ മക്കൾക്കും, എല്ലാ സ്കൂളുകളിൽ നിന്ന് മക്കൾക്കും, ഇതിന് പറഞ്ഞുവിട്ട പ്രിൻസിപ്പൽമാർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.